കർത്താവിന് സ്തോത്രം. ദൈവസഭയിൽ കടന്നു വന്ന എല്ലാ മാതാപിതാക്കളെയും എല്ലാ സഹോദരങ്ങളെയും ദൈവമക്കളെയും നിങ്ങളെല്ലാവരെയും യേശു കർത്താവിൻ്റെ ധന്യമുള്ള നാമത്തിൽ ഒരിക്കൽ കൂടെ വന്ദനം ചെയ്യുന്നു. ഓൺലൈനിൽ കൂടെ എൽബെഥേൽ AG ചർച്ചിൻ്റെ ഈ ആരാധനയിൽ മെസ്സേജിൽ പങ്കെടുക്കുന്ന നിങ്ങളെല്ലാവരെയും കർത്താവിൽ വന്ദനം ചെയ്യുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ഇതൊരു അനുഗ്രഹവും നന്മയ്ക്ക് കാരണമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സബ്ജക്റ്റ് അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന ഒരു സബ്ജക്റ്റാണ് ഡെലിവറൻസ് ഫ്രം ദി ജനറേഷണൽ പ്രോബ്ലം അല്ലെങ്കിൽ ബ്രേക്കിംഗ് ദ ജനറേഷണൽ പ്രോബ്ലംസ്. പാരമ്പര്യമായിട്ട് പിന്തുടരുന്ന എല്ലാ തരത്തിലുള്ള റൂട്ടുകളെയും ശക്തികളിൽ നിന്നും ഒരു വിടുതൽ. ഞാൻ വീണ്ടും അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ പോലെ ദൈവമക്കളോട് പറഞ്ഞുകൊണ്ട് പോട്ടെ. നമ്മുടെ ലൈഫിൽ വേണ്ട രീതികളിൽ നമ്മൾ വിടുതലെടുത്തില്ലെങ്കിൽ നമുക്ക് ഉയരാൻ പറ്റത്തില്ല. എത്ര പൊട്ടൻഷ്യൽ ഉണ്ടെങ്കിലും, എത്ര കഴിവുകളുണ്ടെങ്കിലും, എത്ര നന്മയുണ്ടെങ്കിലും നമ്മുടെ ലൈഫിനകത്ത് നമ്മളെ പിടിച്ചു നിർത്തുന്ന പിതാക്കന്മാർ പോയതിൻ്റെ പരിധിക്കപ്പുറം പോകാതെ, മാതാക്കൾ പോയതിൻ്റെ പരിധിക്കപ്പുറം പോകാതെ, നിങ്ങളുടെ കുടുംബത്തിൻ്റെ മീതെ നമ്മളെ ഫാമിലി ട്രീ നോക്കിയാൽ മതി, അതിൻ്റെ മീതെ വന്ന് കിടക്കുന്ന ഒത്തിരി ലെവലുകളുണ്ട്. ഫിനാൻഷ്യലായിരിക്കാം, എഡ്യൂക്കേഷനിലായിരിക്കാം, സൈക്കോളജിക്കലായിരിക്കാം, സ്പിരിച്വലായിരിക്കാം. വ്യത്യസ്ത നിലവാരത്തിലുള്ള ഒരു ബൗണ്ടറി നിങ്ങളുടെ മീതെ ആയിരിക്കാം, നിങ്ങളുടെ വശങ്ങളിലായിരിക്കാം ഇട്ടേക്കുന്നതിനെ. അതിനെ തകർത്ത് കളഞ്ഞ് നിങ്ങൾക്ക് മുന്നേറണമെങ്കിൽ വചനത്തിൻ്റെ സത്യം നിങ്ങൾ അറിയണം. വചനത്തിൻ്റെ സത്യത്തിൽ നിങ്ങൾ വളരണം. നിങ്ങൾ കണ്ട് ഈ വേർഡുകൾ ഭയങ്കര ആഴമാണ്. നിങ്ങൾക്കിത് സാവധാനത്തിൽ നമുക്ക് പഠിക്കാം. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതിലേക്ക് ഞാൻ വേഗത്തിൽ വരട്ടെ. എന്തുവാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? ബ്രേക്കിംഗ് ദ ജനറേഷണൽ പ്രോബ്ലം. അതിനകത്ത് എവിടെയൊക്കെയാണ്, എങ്ങനെ ഇതറിയാം? ഒരു വ്യക്തിയുടെ മീതെ ജനറേഷണൽ കേഴ്സസ് ഉണ്ടെങ്കിൽ, പാരമ്പര്യ പ്രോബ്ലം ഉണ്ടെങ്കിൽ എങ്ങനെ അറിയാം? നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഒന്ന്, ആ വ്യക്തിയുടെ ലൈഫിൽ സ്പിരിച്വലി അല്ല, ഈ ഏരിയയിലെല്ലാം ഞാൻ പറഞ്ഞതാ. സ്പിരിച്വലി ആ വ്യക്തിയുടെ ലൈഫിൽ അവർക്ക് ഉയരാൻ പറ്റത്തില്ല. സ്പിരിച്വലി അവർക്ക് മനസ്സിലാകത്തില്ല. അത് ഒരു അണ്ടർസ്റ്റാൻഡ് ആകത്തില്ല. അത് നിങ്ങൾ പൊട്ടിച്ചു കളയണം. കാരണം ഒരു നിലത്തൊരു വിത്ത് കൊണ്ടിടുമ്പോൾ വിത്ത് നല്ലതാണ്. നിലം പന്നലാണെങ്കിലോ വിത്ത് കിളിക്കുമോ? നമ്മുടെ ഹൃദയമാണ് നല്ല നിലം. നമ്മുടെ ഹൃദയം നല്ല നിലമാക്കണം. ഉള്ള ടോക്സിക്കും അഴുക്കും എല്ലാം എടുത്തു കളഞ്ഞ് നമ്മുടെ നിലത്തെ പ്രിപ്പയർ ആക്കേണ്ട ജോലി നമ്മുടെ ജോലിയാണ്. നല്ല നിലത്ത് വേണം സ്പിരിച്വലി മനസ്സിലാക്കാൻ. 2, ഫിസിക്കലി ചിലർക്ക് സ്ഥിരമായിട്ട് വീക്ക്നെസ്സാണ്. ഞാൻ അതൊക്കെ പറഞ്ഞു, നമ്മൾ ഈ സ്ലൈഡിൽ നിന്ന് ഓടിപ്പോവാം. സൈക്കോളജിക്കലി ഒരു പ്രധാനപ്പെട്ട മേഖല കേട്ടോ. ഒരു ബുക്കുണ്ട് സെക്യുലർ രീതികളിൽ ഒരാൾ എഴുതിയ ബുക്കാണ്. ആ ബുക്കിനകത്ത് ഒന്നാമത്തെ ചാപ്റ്റർ ഒന്നാമത്തെ ചാപ്റ്റർ ആ ബുക്കിൻ്റെ ടൈറ്റിൽ ഇങ്ങനെ, യു ക്യാൻ ബി എ സക്സസ്ഫുൾ പേഴ്സൺ. നിനക്ക് ഉയരാം, സക്സസ്ഫുൾ ആകാം. അതിന് ഒന്നാമത്തെ ചാപ്റ്റർ എന്തോന്നറിയാമോ? ഒന്നാമത്തെ ചാപ്റ്റർ, ചേഞ്ച് യുവർ ആറ്റിറ്റ്യൂഡ്. ചേഞ്ച് യുവർ മൈൻഡ് സെറ്റ്, ആറ്റിറ്റ്യൂഡ്. പല വ്യക്തികളെയും താഴോട്ട് പിടിച്ചിരുത്തുന്നത് അവരുടെ മൈൻഡ് സെറ്റാണ്. സൈക്കോളജിക്കലി, ഇമോഷണലി. ഞാൻ 7 രീതികളിൽ പറഞ്ഞിട്ടുണ്ട്, അത് ഓർത്തോ. ഈ രീതികളിലെല്ലാം ഫ്രീക്വൻ്റായിട്ട്, കഴിഞ്ഞ ആഴ്ച ഞാനിത് വരച്ച് കാണിച്ചായിരുന്നു, ഓർക്കുന്നുണ്ടോ? ഫ്രീക്വൻ്റ്ലി, ഒരു പ്രാവശ്യമല്ല. നമുക്കെല്ലാവരും മനുഷ്യരായതുകൊണ്ട് നമുക്ക് ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒക്കെ ക്ഷീണം വരാം, വിഷമങ്ങൾ വരാം. പക്ഷേ ഇത് തൊട്ടവാടിയാകല്ലേ. മനസ്സിലായോ? നമ്മളെന്തോ ആകല്ലേ, നിങ്ങളൊന്ന് റെസ്പോണ്ട് ചെയ്തേ. നമ്മളെന്തോ ആകല്ലേ, തൊട്ടവാടിയാൽ. നിങ്ങൾ തന്നെ നിങ്ങളുടെ മനസ്സിനോട് പറഞ്ഞു, ഞാൻ തൊട്ടവാടി അല്ല. പിശാചിൻ്റെ വിത്തെല്ലാം കൊണ്ട് എന്നെ മണ്ടക്കിടാൻ ഞാൻ വേസ്റ്റ് അല്ല. അവൻ്റെ നിലമല്ല ഞാൻ സ്വർഗത്തിൻ്റെ വിത്ത് വിതയ്ക്കാനുള്ള ദൈവത്തിൻ്റെ നല്ല നിലമാണ് ഞാൻ. നിങ്ങൾ നിങ്ങളോട് തന്നെ പറയണം. നിങ്ങളുടെ മനസ്സിലുള്ള ആങ്സൈറ്റി, ഫിയർ, നിങ്ങളുടെ മനസ്സിലുള്ള എല്ലാ തരത്തിലുള്ള നെഗറ്റീവ് കാര്യങ്ങൾ എടുത്തു കളഞ്ഞ് നിങ്ങൾ കർത്താവിൽ വളരാൻ ശ്രമിക്കണം. ഇതെല്ലാം ഫ്രീക്വൻ്റായിട്ട്. ഇനി മോസ്റ്റ് ഓഫ് ദ ജനറേഷണൽ കേഴ്സസ് ആർ കണക്റ്റഡ് ടു ബ്ലഡ്. ഞാനത് പറഞ്ഞു, രക്തത്തിൽ കൂടെയാണ് ഇതെല്ലാം കണക്റ്റ് അയക്കുന്നത്. അടുത്തത് സ്ട്രക്ചർ ഓഫ് പേരൻസ്. ഇത് ഞാൻ പഠിപ്പിച്ചായിരുന്നല്ലോ.
ഇതെല്ലാം പഠിപ്പിച്ചു. ഇമോഷണലി ഇതെല്ലാം പഠിപ്പിച്ചു. പിതാവിൽ നിന്ന് ജനറലി എങ്ങനെയാണ് വരുന്നത്? പിതാവിൽ നിന്ന് മോനിലേക്ക്, സണ്ണിലേക്കാണ് വരുന്നത്. മാതാവിൽ നിന്ന് വരുന്നത് മകളിലേക്ക് വരും. നിങ്ങളിത് മനസ്സിലാക്കണം. അങ്ങനെ തന്നെ വരണമെന്നുമില്ല, അല്ലാതെയും വരാം. നിങ്ങളിതിനെ സത്യമറിഞ്ഞ് ഇതിനെ പിടിതുകളാണ്. സത്യമറിഞ്ഞ് നിങ്ങൾക്ക് മുന്നോട്ട് വരുമ്പോൾ ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ കടന്നുപോയ പല അറ്റാക്കുകളുടെ ഇതൊക്കെ തിരിച്ചറിയുമ്പോഴാണ്, അയ്യോ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നോ, ഇതൊക്കെ ഏറിയയിൽ ഞങ്ങൾ സൂക്ഷിക്കേണ്ടതായിരുന്നോ എന്ന് നമ്മൾ ചിന്തിക്കുന്നത്. ഇന്നത്തെ ചാപ്റ്ററിലേക്ക് നമ്മൾ തുടങ്ങാൻ വേണ്ടി പോവാം. ജനറേഷണൽ കേഴ്സസിന് മിക്കവാറും റൂട്ടുണ്ടായിരിക്കും, വേരുകളുണ്ടായിരിക്കും. എന്നെ നിങ്ങൾ ശ്രദ്ധിക്കണേ. നമ്മുടെ ലൈഫിൽ വരുന്നത് മൊത്തം ജനറേഷണൽ പ്രോബ്ലങ്ങളൊന്നും അല്ല. കേൾക്കുന്നുണ്ടോ? നമ്മുടെ ലൈഫിൽ വരുന്നത് മൊത്തം ജനറേഷൻ എൻ്റെ ദൈവമേ, ചിലർക്ക് ഈ ക്ലാസ് കേട്ടിട്ട് ഇവർ എന്ത് പറ്റുമെന്നറിയാമോ? പിന്നീട് അവർ ഈ ക്ലാസ് കേട്ട് കഴിഞ്ഞിട്ട് ഇവർ ഒരു കൊതു കടിക്കാൻ വന്നാൽ പോലും ഇവർക്ക് എന്ത് പറ്റുമെന്നറിയാം? അത് ജനറേഷൻ പ്രോബ്ലം എന്ന് ചിന്തിക്കും. അങ്ങനെ ചിന്തിക്കല്ലേ. വളരെ ബാലൻസ്ഡ് ആയിട്ട് വേണം നിങ്ങൾ ചിന്തിക്കാൻ. നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോ. ചില പ്രോബ്ലങ്ങൾ വരുന്നത് നമ്മുടെ അജ്ഞത കൊണ്ടാണ്, നമ്മുടെ അറിവില്ലായ്മ കൊണ്ടാണ്. അതിനെ നമ്മൾ ജനറേഷൻ പ്രോബ്ലം ആണെന്ന് പറയല്ലേ. ഉദാഹരണം, ഉള്ള ഷുഗർ എല്ലാം എടുത്താൽ കഴിച്ചു, കാപ്പിക്കകത്ത് ഷുഗർ കൂട്ടിലിട്ട് കഴിച്ചു, കിട്ടിയ ലഡുവും കഴിക്കും, ജിലേബിയും കഴിക്കും, സ്വീറ്റും കഴിക്കും. എന്നിട്ട് ഷുഗർ വരുമ്പോൾ അത് എൻ്റെ ജനറേഷൻ പ്രോബ്ലം എന്ന് പറയല്ലേ. അത് നിൻ്റെ കയ്യിലിരിപ്പാണ്. നിനക്ക് ആഹാരം സൂക്ഷിക്കാൻ പറ്റിയില്ല. മനസ്സിലായോ? അത് അങ്ങനത്തെ കാര്യങ്ങളല്ല. പക്ഷെ ചിലർ ആഹാരം സൂക്ഷിച്ചിട്ടും വരുന്നതുണ്ട് അതിന്. അപ്പം ചിലത് വരുന്നത് നമ്മുടെ അജ്ഞത കൊണ്ടാണ്, ഇഗ്നോറൻസ് കൊണ്ടാണ്. രണ്ടാമത് വരുന്നത് സ്പിരിച്വൽ അറ്റാക്കാണ്. എവിടെയോ വഴികൾ നമ്മുടെ ലൈഫിൽ തുറന്നിട്ടിട്ടുണ്ട്, സ്പിരിച്വൽ അറ്റാക്ക്. മൂന്നാമത് വരുന്ന ജനറേഷണൽ പ്രോബ്ലമാണ്. ഈ സ്പിരിച്വൽ അറ്റാക്കിനെയൊക്കെ നമ്മൾ ശാസിച്ചാൽ അത് തകർന്നു പോകും, അത് ഓടിപ്പോകും. പക്ഷേ ജനറേഷണൽ പ്രോബ്ലങ്ങളുടെ പ്രശ്നം അതിൻ്റെ റൂട്ടിനെ മാറ്റണം. എന്ത് ചെയ്യണം? റൂട്ട് മാറ്റണം. വേരോടെ പിടിത് കളയാത്തിടത്തോളം കാലം അത് നിങ്ങളുടെ ലൈഫിൽ പോകത്തില്ല. ഇന്ന് വന്ന പ്രശ്നം ഒരു സാഹചര്യവും സമയവും വരുമ്പോഴായിരിക്കും അത് എടുത്ത് പൊങ്ങി വരുന്നത്. ഒരു സാഹചര്യവും സമയവും വരുമ്പോഴായിരിക്കും ഇത് പൊങ്ങി വരുന്നത്. അല്ലാത്തപ്പോൾ നമ്മളെ കണ്ട കുട്ടപ്പനല്ലേ, കോട്ടൊക്കെ ഇട്ട് വെള്ള ഷർട്ടൊക്കെ ഇട്ട് നല്ല സുന്ദരനായിട്ട് നിൽക്കുക. പക്ഷേ യഥാർത്ഥത്തിലുള്ള കാര്യങ്ങൾ അറിയണമെങ്കിൽ അല്പം പ്രഷർ വരണം, പ്രശ്നങ്ങൾ വരണം. അത് സാഹചര്യം വരുമ്പോഴാണ് ഇതിൻ്റെ എല്ലാം വെളി വരുന്നത്. നിങ്ങൾ റൂട്ടിനെ മാറ്റണം. ഞാനിത് പഠിപ്പിക്കാൻ പോവാം. ഇന്ന് ഈ ചാപ്റ്ററിൽ മാത്രമേ നിൽക്കാൻ പറ്റത്തുള്ളൂ. സോ ഡീപ്പ്. നമുക്ക് വായിക്കാം. 2 ശമൂവേലിൻ്റെ പുസ്തകം 21-ാം അധ്യായം. നിങ്ങളെല്ലാ ദൈവമക്കളും എടുത്തേ. 2 ശമൂവേലിൻ്റെ പുസ്തകം 21-ാം അധ്യായം 1-ാം വാക്യം. ഒന്ന് നിർത്തി വായിക്കണേ ദൈവമക്കൾ. ആരെങ്കിലും ഒന്ന് നിർത്തി വായിക്കണേ. വായിച്ചോട്ടെ. 2 ശമൂവേൽ 21-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം. ദാവീദിൻ്റെ കാലത്ത് വായിച്ചു. ദാവീദിന്റെ കാലത്ത് 3 സംവത്സരം തുടരെ ക്ഷാമമുണ്ടായി. ദാവീദ് യഹോവയുടെ അരുളപ്പാട് ചോദിച്ചപ്പോൾ ശൗൽ ഗിബെയോന്യരെ കൊല്ലുക കൊണ്ട് അത് അവൻ നിമിത്തം രക്തപാതകമുള്ള അവന്റെ ഗൃഹം നിമിത്തവും എന്ന് യഹോവ അരുളി ചെയ്തു. മതി, അത്രയും വേണം. നമുക്കിനി അത് ഓരോന്ന് അങ്ങോട്ട് തിരിക്കാം. ആൻറ്റി, നമ്മൾ ഈ വേർഡ് സൂപ്പർ നാച്ചുറൽ പ്രൊട്ടക്ഷൻ പഠിപ്പിക്കുമ്പം പറഞ്ഞായിരുന്നോ ഈ വേർഡ് ദാവീദിൻ്റെ കാലത്ത്? ഓക്കെ, നമുക്ക് ഈ വേർഡ് നമുക്ക് അങ്ങോട്ട് ചിന്തിക്കാം. ദാവീദിൻ്റെ കാലത്ത് നിങ്ങൾ എന്നെ ശ്രദ്ധിക്കണേ. തുടരെ 3 സംവത്സരം ക്ഷാമമുണ്ടായി. ശ്രദ്ധിച്ച് കേൾക്കണം എന്നെ. ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിച്ചു പോവാം, ശ്രദ്ധിച്ച് കേൾക്കണം. ദാവീദിൻ്റെ കാലത്ത് തുടരെ 3 സംവത്സരം ക്ഷാമമുണ്ടായി. ശ്രദ്ധിച്ച് കേൾക്കണം. തുടരെ ദാവീദിൻ്റെ കാലത്ത് ഇത് സംഭവിച്ചപ്പോൾ ദാവീദ് എന്തോ ചെയ്തു? നിങ്ങളും കൂടെ പറഞ്ഞേ. നമ്മൾ പഠിക്കുകയല്ലേ, സ്റ്റുഡൻസ് എല്ലാം കൂടെ പറയുന്ന പോലെ നിങ്ങളും കൂടെ പറഞ്ഞേ.
ദാവീദിൻ്റെ കാലത്ത് തുടരെ ക്ഷാമം വന്നപ്പോൾ ദാവീദ് എന്തു ചെയ്തു? യഹോവയോട് അരുളപ്പാട് ചെയ്തു, നോട്ട് ചെയ്തു. തുടരെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കാര്യം വരുന്നുണ്ടെങ്കിൽ ദൈവത്തോട് ആലോചന ചോദിക്കണം. പ്രാർത്ഥിച്ചിട്ട് മാറുന്നില്ല. ചില കാര്യങ്ങൾ എന്തൊക്കെ ചെയ്തിട്ട് മാറുന്നില്ല, മരുന്ന് കഴിച്ചിട്ട് മാറുന്നില്ല. അത് ജോലിയിലായിരിക്കാം, ആരോഗ്യത്തിലായിരിക്കാം, ബിസിനസ്സിലായിരിക്കാം, പണപരമായിട്ടായിരിക്കാം, വൈകാരിക മേഖലകളിലായിരിക്കാം, സൈക്കോളജിക്കൽ മേഖലകളിലായിരിക്കാം, സ്പിരിച്വൽ മേഖലകളിലായിരിക്കാം, ഏത് മേഖലകളിലായിരിക്കട്ടെ, കുടുംബജീവിതത്തിലായിരിക്കാം. നിങ്ങളുടെ ലൈഫിൽ തുടരെ ഒരു കാര്യം വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? എല്ലാവരും പറയാമോ? ദൈവത്തോട് ആലോചന ചോദിക്കണം. ദൈവത്തോട് ആലോചന ചോദിച്ചപ്പോൾ ക്ഷാമം വന്നു, തുടരെ ക്ഷാമം വന്നപ്പോൾ ദൈവത്തോട് ആലോചന ചോദിച്ചപ്പോൾ ദൈവം പറഞ്ഞു കൊടുക്കുക, ഇത് നിൻ്റെ കുഴപ്പമല്ല. എന്നെ കേൾക്കുന്നുണ്ടോ? നിങ്ങളുടെ അറ്റൻഷൻ എങ്ങും പോകല്ലേ. നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് എൻ്റെ കൂടെ ഇരിക്കണേ. കാരണം നമ്മുടെ ഈ വേർഡ് നിങ്ങളുടെ ഡീപ്പിൽ നിങ്ങൾക്കത് റിലീസാകണമെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. ദൈവം പറഞ്ഞു, ദാവീദേ, ഇത് നിൻ്റെ കുഴപ്പമല്ല, ഇത് നിനക്ക് മുമ്പേ ഇരുന്ന രാജാവ് ശൗല് രക്തപാതകം ഗിബയോന്യരുടെ മേൽ ചെയ്യുക കൊണ്ടും രക്തപാതകമുള്ള അവൻ്റെ ഗൃഹം നിമിത്തം. ചോദ്യം ശൗൽ എന്ത് ഇപ്പം മരിച്ചുപോയി. മരിച്ചുപോയവൻ്റെ കൂടെ ആ പ്രശ്നങ്ങളെല്ലാം പോകത്തില്ലേ? പുള്ളി മരിച്ചുപോയി. ഈ ശൗലും ദാവീദും തമ്മിൽ കുടുംബബന്ധമില്ലല്ലോ. ഇവർ തമ്മിൽ കുടുംബബന്ധമില്ല. രണ്ടും രണ്ട് ഗോത്രത്തിലാണ്. ഒരാൾ ബെന്യാമീൻ ഗോത്രത്തിലെ, ഒരാൾ യഹൂദ ഗോത്രത്തിലെ. രണ്ടും രണ്ട് ഗോത്രം. ശൗല് മരിച്ചു. അപ്പോൾ മരിച്ചപ്പോൾ അതെല്ലാം തീരേണ്ടതല്ലേ? അല്ല, ശൗലിൻ്റെ ചെയ്ത പ്രശ്നം അവൻ്റെ കുടുംബത്തിലേക്കല്ലേ പോകണ്ടേ? ഇപ്പം ദാവീദ് എന്തിനാണ് കഷ്ടപ്പെടുന്നത്? ദാവീദല്ല കഷ്ടപ്പെടുന്നത്, ഇസ്രായേൽ ജനം മൊത്തം കഷ്ടപ്പെടുക. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ചിന്തിക്കണം. ചില പിതാക്കന്മാർ ചെയ്തു മരിച്ചു, അതുകൊണ്ട് തീരത്തില്ല. ഇത് പഴയ നിയമമാണെന്ന് പറഞ്ഞ് നീ പഴയതാക്കണ്ട. അത് നിൻ്റെ കെട്ട് പൊട്ടിക്കാതിരിക്കാൻ പിശാച് നിന്നെ പഴയതാക്കി ഇരുത്തുന്നതാണ്. പിശാച് നിന്നെ പഴയതാക്കി ഇരുത്താൻ നോക്കുന്ന. ഇത് വചനമാണ്, ദൈവത്തിൻ്റെ വചനം. ആകാശം മാറാം, ഭൂമി മാറാം, എൻ്റെ ന്യായപ്രമാണത്തിൽ നിന്ന്, തിരുവെഴുത്തുകളിൽ നിന്ന് വള്ളിയും പുള്ളിയും മാറത്തില്ലെന്നാണ്. അപ്പം ദൈവം പറഞ്ഞു, ശൗല് ഗിബയോന്യരെ കൊല്ലുക കൊണ്ടും രക്തപാതകമുള്ള അവൻ്റെ ഗൃഹം നിമിത്തവുമാണ് ഇപ്പോൾ ഈ ക്ഷാമം വന്നത്. ദാവീദിന് കാര്യം പിടുത്തം കിട്ടി. ദാവീദ് നേരെ എങ്ങോട്ട് പിടിച്ചെന്നറിയാമോ? ഗിബയോന്യർ അടുക്കിലേക്ക് പോയി. ഗിബയോന്യർ ഉടനെ ആരാ ഗിബയോന്യർ? ഇതെല്ലാം പഠിക്കാൻ പറ്റും കേട്ടോ. ഗിബയോന്യർ ഇസ്രായേൽ മക്കളുടെ കൂട്ടത്തിലുള്ളവരല്ല. ഇസ്രായേൽ മക്കളുടെ കൂട്ടത്തിൽ കവനന്റ് ചെയ്ത്, എന്ന് യോശുവയുടെ കാലത്ത് കവനന്റ് ചെയ്തപ്പോൾ ഇസ്രായേൽ മക്കൾ വരുന്ന വഴിക്ക് ഗിബയോന്യർ അവരെ കൊന്നുകളയും, ഇസ്രായേൽ മക്കൾ അവരെ കൊന്നുകളയുമെന്ന് അറിഞ്ഞിട്ട് അവരിങ്ങോട്ട് വന്ന് കവനന്റ് ചെയ്ത് ഇവിടെ കൂടിയവരാ. അന്ന് ദൈവത്തോട് ആലോചന ചോദിക്കാതെ പൂത്തയപ്പവും എല്ലാം കൂടി എടുത്തും കഴിച്ചു. അവരോട് കവനന്റ് ചെയ്തു. അത് കവനന്റ് ചെയ്ത് യോശുവായ്ക്ക് അബദ്ധം പറ്റി. നിങ്ങൾ ഇനി ഓടിയെന്ന് ഭയങ്കര വിസ്റ്റം പഠിക്കാം. ദൈവഹിതമല്ലാത്ത ഒരാളോട് നിങ്ങൾ കവനന്റ് ചെയ്യരുത്. അത് ബിസിനസ്സിലായിരിക്കാം, മിനിസ്ട്രിക്കകത്തായിരിക്കാം, ജീവിതത്തിൻ്റെ ഏതെങ്കിലും മേഖലകളിലായിരിക്കാം. നിങ്ങൾ കവനന്റ് ചെയ്യല്ല. ശ്രദ്ധിച്ചോണം കേട്ടോ. ചില ബന്ധങ്ങൾ ബന്ധനങ്ങളാവും. ബന്ധമായിട്ടാണ് വരുന്നത്, പിന്നെ എന്തായിത്തീരും? ബന്ധനമാവും. സൂക്ഷിച്ചോണം. പോയി ആരോടും ആലോചന ചോദിക്കാതെ ഇങ്ങോട്ടൊന്ന് എടുത്താൻ കഴിച്ചു, കവനന്റ് ചെയ്തു. ഇത് കഴിഞ്ഞപ്പോഴാണ് യോശുവ അറിയുന്നത്, അയ്യോ ഇത് ഇമോഷൻ്റെ ബേസിലൊന്നും ചെയ്യൽ ഭയങ്കര ഡേഞ്ചറാണ്. ഇമോഷൻ നല്ലതുകൊണ്ട്, പക്ഷേ ഏറ്റവും കൂടുതൽ പിശാച് ഉപയോഗിക്കുന്ന പ്ലാറ്റ്ഫോം ഏതാണെന്നറിയാമോ? ഞാൻ തമാശ പറഞ്ഞു കഴിഞ്ഞാൽ നടന്ന കാര്യങ്ങളൊക്കെ കർത്താവ് എന്നെ ഇതിനകത്തൂടെ കുറേ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു. ഇന്നും കർത്താവ് എന്നെ ശുദ്ധീകരിക്കുന്നു, എന്നെ പഠിപ്പിക്കുന്നു. പക്ഷെ ചിലത് പഠിപ്പിച്ചതുകൊണ്ട് പിന്നെ എനിക്ക് ഇമോഷണലി ആരെങ്കിലും എൻ്റെ അടുക്കൽ വരുമ്പോൾ എനിക്കങ്ങ് ഭയങ്കര അലേർട്ടാണ്. ഞാൻ ചിലപ്പോൾ എൻ്റെ കൂടെ വണ്ടിയിൽ യാത്ര ചെയ്യുന്നവരോട് ഞാൻ പറയും, ഞാനൊരു ചിലപ്പം കടയിൽ പോകുമ്പം ഞാൻ പറയും, ഡ്രസ്സ് എടുക്കാൻ എൻ്റെ കൂടെ വരുവാണെങ്കിൽ ചിലതൊക്കെ നീ
ക്ഷമയോടെ കേട്ടാലേ പറ്റത്തുള്ളൂ. ഞാൻ പോയി ആ കടക്കാരൻ എന്നെ കരഞ്ഞു കാണിച്ചാലോ അയാൾ വാചകം അടിച്ചതുകൊണ്ടോ ഞാൻ ഷർട്ട് എടുക്കത്തില്ല. എൻ്റെ കൂടെ വന്നിട്ട് അവസാനം കൈ കൂപ്പി ആൾക്കാർ പറഞ്ഞിട്ട് എൻ്റെ പാസ്റ്ററെ ഏതെങ്കിലും ഷർട്ട് എടുത്തുകൊണ്ട് പോകും. ഞാൻ പറയില്ല. കാരണം എനിക്ക് ദൈവം തരുന്ന പൈസ അവരുടെ ഇമോഷൻ മാർക്കറ്റിങ്ങിൻ്റെ സ്ട്രാറ്റജി വീഴാനുള്ളതല്ല. നിങ്ങൾക്കൊരു പക്ഷേ എന്നോട് യോജിക്കാതിരിക്കാം. എനിക്ക് എന്ത് ഷർട്ട് വേണം എന്ന് എനിക്കറിയാം. ആ കടക്കാരൻ പറയാം, സാറേ ഇത് സാറിന് നല്ലതാണ്. ഞാൻ ചോദിച്ചു, നീ കാശ് കൊടുക്കുമോ? നീ കാശ് എടുക്കത്തില്ല. എനിക്ക് വേണ്ടി ഷർട്ട്, ആ ഷർട്ടിന് വേണ്ടി ഞാൻ അത് മാത്രം എടുക്കാൻ വേണ്ടി നിൽക്കും. അവസാനം എന്നോട് എൻ്റെ കൂടെ വന്ന ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്, റോയ് പാസ്റ്റർ ആ ഷർട്ടിൻ്റെ പൈസ ഞാനും കൊടുത്തോളാം, എടുത്തു. കാരണം ഓൾറെഡി ഷർട്ടുകളെല്ലാം ഞാൻ പറഞ്ഞു, ബ്രദറെ എനിക്ക് വേണ്ടി ഷർട്ട് ഞാൻ നോക്കി എടുത്തോളാം, എനിക്ക് പൈസ ഞാൻ കൊടുത്തോളാം, ഒരു കുഴപ്പമില്ല. ഇമോഷൻ്റെ ബേസിൽ നിങ്ങളുടെ ബുദ്ധി ചലിക്കണം, ബാലൻസ്ഡ് ആയിരിക്കണം. അതുകൊണ്ട് ഇസ്രായേൽ മക്കൾ കവനൻ്റ് ചെയ്ത ചില വ്യക്തികൾ, ശുശ്രൂഷ ഉള്ളവർ ഇമോഷൻ്റെ ബേസിൽ കൊണ്ടുപോയി അച്ചായന്മാരുടെയും അച്ചാച്ചന്മാരുടെയും ചിലരുടെ വീതെ കൊണ്ടുവന്ന് അടിയറ വെച്ചു. അത് അവർക്കറിയായിരുന്നു. അവരതിനെ യൂട്ടിലൈസ് ചെയ്ത് ശുശ്രൂഷ പോയി കിട്ടി. ഞാനീ പറയുന്ന നിങ്ങൾക്ക് ആർക്കും ചിലപ്പോൾ മനസ്സിലാകത്തില്ല, വിട്ടേര്. നിങ്ങൾക്ക് ഉള്ളത് നിങ്ങൾ എടുത്തു. നിങ്ങളുടെ ലൈഫിൽ കേട്ടോ, ഈ കല്യാണം വരുമ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ ഇമോഷൻ ചലിക്കുന്നത്. കല്യാണം വരും, ഇമോഷൻ്റെ ബേസിൽ പോയി മൂവ് ചെയ്യും, ഇമോഷൻ്റെ ബേസിൽ. പക്ഷെ ഡോണ്ട് മൂവ് അക്കോർഡിംഗ് ടു ദ ഇമോഷൻസ്. ഇനി അതിനെ ആലോചന പറയിപ്പിക്കാൻ കവനൻ്റ് ചെയ്തതാണ്. ഇത് ജീവിതകാലത്തിൽ മൊത്തം കുരുക്കായി. ഇവിടത്തെ കവനൻ്റ് ചെയ്തു. വിറക് കീറുന്നവരും വെള്ളം കോരുന്നവരുമായിട്ട് യഹോവയുടെ ആലയത്തിനകത്ത് വന്നോളാൻ ഗിബയോന്യരോട് പറഞ്ഞു. പക്ഷെ നാളുകൾ കഴിഞ്ഞ് ഏകദേശം 350-400 വർഷം കഴിഞ്ഞപ്പം ശൗല് രാജാവായിട്ട് വന്നപ്പം ശൗലിൻ്റെ ചൂടിന് കയറി പുള്ളി അങ്ങോട്ട് ചെന്ന് ഈ കവനൻ്റ് ഉള്ളവരെ വെട്ടിക്കളഞ്ഞു. അവരെ വെട്ടിക്കളയല്ലെന്ന്, അവരെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതാണ്. ഒരിക്കൽ കവനൻ്റ് ചെയ്താൽ പിന്നെ നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? അവരെ വെട്ടിക്കളയില്ല, അവരെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതാണ്. അവരുടെ രക്തം വീണു. ഒരു മനുഷ്യൻ്റെ രക്തം ഭൂമിയിൽ വീഴരുത്. ഒരാളുടെ കണ്ണുനീരും വീഴരുത് കേട്ടോ. നിങ്ങളുടെ വീട്ടിൽ അനാവശ്യമായിട്ട് ഒരാളുടെ പോലും കണ്ണുനീര് നിങ്ങളുടെ വീട്ടിൽ വീഴൽ. കണ്ണുനീര്, ബ്ലഡ് വീഴല്ലെന്ന. ബ്ലഡ് വീണാൽ നിങ്ങളുടെ ദേശം, ആ ദേശം ശപിക്കപ്പെടും. ഇതാണ് പ്രമാണം. ഇപ്പം ക്ഷാമം വന്ന എന്തിനാന്ന് റൂട്ട് കിട്ടിയോ? എന്തുകൊണ്ടാണ് ക്ഷാമം വന്നേ? ക്ഷാമം വരാനുള്ള കാരണം എന്തുമായിരുന്നു? ശൗൽ എന്തോ വീഴ്ത്തിയതാ? ഉടമ്പടിക്കുള്ള ജനത്തിൻ്റെ രക്തം വീഴ്ത്തി. യോശുവ ചെയ്ത രക്തം വീഴ്ത്തി. പക്ഷേ ഇപ്പം നേരിട്ട് ക്ഷാമം വന്നു. ദാവീദിൻ്റെ കാലത്ത് ക്ഷാമം വന്നു. ദാവീദ് ദൈവത്തോട് ആലോചന ചെയ്തപ്പം പ്രീവിയസിലുണ്ടായിരുന്ന രാജാവ് ചെയ്തതിൻ്റെ റൂട്ട് ദൈവം വെളിപ്പെടുത്തി കൊടുത്തു. ദാവീദിന് കാര്യമറിയാം. നിങ്ങൾ ഈ വിഷയം കാര്യമറിയാം. ദാവീദ് നേരെ ഗിബയോന്യരുടെ അടുക്ക ചെന്നു. ഗിബയോന്യരെ, നിങ്ങൾ യഹോവയുടെ അവകാശത്തെ അനുഗ്രഹിക്കേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് എന്ത് പ്രതിശാന്തി ചെയ്യണം? ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്നല്ല ചോദിച്ചേ, എന്ത് അറ്റോൺമെൻറ്റ് എന്ത് ചെയ്യണം, പ്രതിശാന്തി എന്ത്, നിങ്ങൾ എന്ത് ചെയ്താൽ നിങ്ങൾ പറ. ഈ യഹോവയുടെ ജനത്തിൻ്റെ മീതെ കിടക്കുന്ന കേസ് മാറാൻ നിങ്ങളൊരു വാക്ക് പറയണം. അതിനുവേണ്ടി എന്ത് ചെയ്യണം? നിങ്ങൾക്ക് പൈസ തരണോ? ഞാൻ ഇന്നത്തെ രീതി പറയാം. നിങ്ങൾക്ക് പൈസ തരണോ? നിങ്ങളുടെ കാലെ പിടിക്കണോ? നിങ്ങൾക്ക് എന്തെങ്കിലും ആഹാരം മേടിച്ചു തരണോ? അല്ല നിങ്ങളുടെ ഒരു ആവശ്യം എന്തു വേണം? ഉടനെ ഇവർ പറഞ്ഞു, ഗിബയോന്യർ പറഞ്ഞു, റൂട്ട് പോകുന്ന പോക്ക് കണ്ടോണം. ഗിബയോന്യർ പറഞ്ഞു, ഇശായി പുത്ര, നിന്നോടല്ല ഞങ്ങൾക്ക് പ്രശ്നം, ഞങ്ങൾക്ക് ഇസ്രായേൽ ഗൃഹത്തോടും പ്രശ്നമില്ല. അവരുടെ കറക്റ്റ് അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ഇസ്രായേൽ ഗൃഹത്തോടും പ്രശ്നമില്ല, നിന്നോടും പ്രശ്നമില്ല. ഞങ്ങൾക്ക് പ്രശ്നമുള്ളത് ഞങ്ങളെ കൊന്നു മുടിച്ച് കളയാൻ കൈ നീട്ടിയ ആ ശൗലിനോടാണ് പ്രശ്നം. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഞങ്ങളെയെല്ലാം കൊന്നു കളഞ്ഞ, അതുകൊണ്ട് അവൻ്റെ 7 മക്കളെ ഞങ്ങൾക്ക് പിടിച്ചതാണ്. അങ്ങനെ ബൈബിൾ എഴുതിയേക്കുന്നു. അവൻ്റെ 7 മക്കളെ ഞങ്ങൾക്ക് പിടിച്ചതാണ്, ഞങ്ങൾ അവരെ കൊന്ന് അവരോട് പ്രതികാരം ചെയ്യാം. ചോദ്യം, ഭയങ്കര ചോദ്യങ്ങളിൽ കൂടെ നമ്മൾ പഠിക്കണം. ദാവീദ ഇപ്പോൾ ഇസ്രായേലിൻ്റെ രാജാവ്. ഒരു രാജാവ് സ്വന്തം രാജ്യത്തെ ജനത്തെ, പ്രജകളെ അത് ലീഗലല്ലാതെ ഇല്ലീഗലായി മറ്റൊരു ജാതിക്ക് പിടിച്ചു കൊടുത്താൽ ആ കേസ് ആരുടെ മേൽ വരും? ദാവീദിന് മേൽ. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ആരുടെ മേൽ വരും? ദാവീദിന് മേൽ. അപ്പോൾ ഈ പുള്ളിക്ക് പിടിച്ചു കൊടുക്കാനും പറ്റത്തില്ല. പക്ഷെ ദാവീദ് പിടിച്ചു കൊടുത്തു. അവർ ചോദിച്ചു, ഇവൻ്റെ 7 മക്കളെ പിടിച്ചു തരാൻ പറഞ്ഞു. ആരുടെ? ശൗലിൻ്റെ.
ദാവീദ് പറഞ്ഞു 7 മക്കളെ പിടിച്ചു കൊടുത്തു. അവിടെ എഴുതിയിട്ടുണ്ട് ആരുടെയൊക്കെ പേര് വരെ ഉണ്ടെന്ന് 2 ശമൂവേൽ 21 എഴുതിയിട്ടുണ്ട്. ആരെയൊക്കെ പിടിച്ചു കൊടുത്തെന്ന് അങ്ങോട്ട് പിടിച്ചു കൊടുത്തു. ഗിബയോന്യർ അവരെ കൊന്നു, 7 മക്കളെ കൊന്നു. അപ്പം ദാവീദ് ചെയ്തത് കേൾക്കണോ? യോനാഥാനോടുള്ള ദാവീദിൻ്റെ കവനന്റ് തെറ്റിക്കാതിരിക്കാൻ, നിങ്ങൾ ഈ ചരിത്രം അറിയണം. യോനാഥാനോടുള്ള ദാവീദിൻ്റെ കവനന്റ്, ഒരുത്തൻ കവനന്റ് തെറ്റിച്ചതിൻ്റെ ശിക്ഷ, ഇനി അത് എൻ്റെ മേലിൽ കൂടെ വരാതിരിക്കാൻ, ദാവീദും യോനാഥാനും കൊണ്ടുള്ള കവനന്റ് തെറ്റിക്കാതിരിക്കാൻ യോനാഥാൻ്റെ മകൻ മെഫീബശോത്തിനെ ഒഴിച്ച് ബാക്കി എല്ലാത്തിനെയും പിടിച്ചു കൊടുത്തു. മെഫീബശോത്തിനെ പിടിച്ചു കൊടുത്താൽ പ്രശ്നമാണ്. ഇപ്പം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? ഇതിൻ്റെ റൂട്ട് കിട്ടുന്നുണ്ടോ? ദൈവവചനത്തിൻ്റെ റൂട്ടിലേക്ക് ഇറങ്ങുമ്പോഴാണ് ചില കാര്യങ്ങൾ നമുക്ക് ആഴത്തിൽ മനസ്സിലാകുന്നത്. 7 മക്കളെ കൊന്നിട്ട് ആ കൂട്ടത്തിൽ ശൗലിൻ്റെയും അവൻ്റെ മകനായ യോനാഥാൻ്റെയും അസ്ഥികൂടങ്ങളെ കൂടെ എടുത്ത് എല്ലാം കൂടെ ഒന്നിച്ച് കീശിൻ്റെ കല്ലറയിൽ, അവൻ്റെ അപ്പനായ കീശിൻ്റെ കല്ലറയിൽ കൊണ്ടുവന്ന് എല്ലാവരെയും കൊണ്ട് നടക്കി. നിങ്ങൾ 14-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 14-ാമത്തെ അത്രയും ചെയ്ത് കഴിഞ്ഞപ്പോൾ, പ്രതിശാന്തി ചെയ്ത് കഴിഞ്ഞപ്പോൾ, മാറ്റേണ്ടിയ റൂട്ടിനെ, സ്പിരിച്വൽ ലീഗൽ റൂട്ടിനെ മാറ്റി കഴിഞ്ഞപ്പം ഒന്ന് വായിച്ചേ 14-ാമത്തെ വാക്യം. എൻ്റെ കർത്താവേ, മതി ആൻറ്റി, ദൈവമക്കളത് കേട്ടോ. ചെയ്യേണ്ടിയ റൂട്ട് മാറ്റാത്തിടത്തോളം കാലം, എൻ്റെ പ്രിയ ദൈവമക്കളെ, നിങ്ങൾ എന്നെ കേൾക്കുന്നുണ്ടോ? മാറ്റേണ്ടിയ റൂട്ടിനെ മാറ്റണം. കണ്ടോ? അതിനുശേഷം ദൈവം ദേശത്തിൻ്റെ പ്രാർത്ഥനയെ കേട്ടരുളി. ചില വീട്ടിൽ പിതാക്കന്മാർ രക്തം വീഴ്ത്തിയേക്കാം. ചില വീട്ടിൽ പിതാക്കന്മാർ 2-3 തലമുറകൾക്ക് പുറകിൽ രക്തം വീഴ്ത്തിയേക്കാം. ആ കുടുംബത്തിലേക്ക് കയറി വരാൻ, ആ വ്യക്തികളിലേക്ക് കയറി വരാൻ ലീഗൽ ഓപ്പണിംഗ് കൊടുത്തു. മറ്റു ചിലർ രക്തം വീഴ്ത്തിയില്ല. മറ്റു ചിലർ, ഞാൻ ഈ വേർഡുകളൊക്കെ പറയുന്നത് നിങ്ങൾ എന്നോട് ക്ഷമിക്കണേ, കാരണം ആരുടെയെങ്കിലും ജീവിതത്തിൽ എവിടെയെങ്കിലും ചിലർ വിടുതലാകണമെങ്കിൽ ആകട്ടെ. ചില വീടുകളിൽ അവർ സാധുക്കളെ പീഡിപ്പിച്ചു, സ്ത്രീകളെ പീഡിപ്പിച്ചു, പാവപ്പെട്ട വന്നവരെ ലൈംഗികമായി പീഡിപ്പിച്ചു. ഈ വീട്ടിലോട്ട് ഇവരുടെ മക്കളെല്ലാം. മറ്റു ചില വീട്ടിൽ രക്തമൊന്നും വീഴ്ത്തിയില്ല, അന്യൻ്റെ മുതലിങ്ങ് അടിച്ചെടുത്തു, കള്ള പേപ്പർ ഉണ്ടാക്കി അന്യൻ്റെ മുതൽ അടിച്ചെടുത്തു. മറ്റു ചിലതൊന്നുമല്ല, ആൾക്കാരെ ഉപദ്രവിച്ചു, ആൾക്കാരെ പീഡിപ്പിച്ചു, ഉപദ്രവിച്ചു, രക്തം കൊന്നുകളഞ്ഞു, അവരെ മാനസികമായി പീഡിപ്പിച്ചു, ശാരീരികമായി പീഡിപ്പിച്ചു, സമ്പത്തെടുത്തു. ഇതൊന്നുമല്ല. ഇനി അടുത്തത് പറയാം. ചിലർ ഇതിനൊന്നും പോയില്ല. ചിലർ എൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി അശുദ്ധ ശക്തികളെ വിളിച്ച് യാഗം നടത്തി, ഹോമം നടത്തി. വീട്ടിൽ സുരക്ഷയ്ക്ക് വേണ്ടി വിളിച്ച് യാഗം നടത്തി, ഹോമം നടത്തി. വസ്തുവകകൾക്ക് വേണ്ടി, നന്മയ്ക്കും ഉയർച്ചയ്ക്കും പ്രൊട്ടക്ഷനും വേണ്ടി എന്ത് പറ്റിയെന്നറിയാമോ? അവർ അശുദ്ധ ശക്തികളോട് ബന്ധപ്പെട്ടു. അല്ലേ? ചില്ലറയൊക്കെ ആണോ നമ്മുടെ പിതാക്കന്മാരായിട്ടുള്ളവർ? നമുക്കറിയത്തില്ല, ഞാൻ ജനറലി പറയാം. അവർ ചെയ്തത് മക്കളിന്ന് ബൈബിൾ പറയുന്നു, എന്നെ വെറുക്കുന്ന പ്രവർത്തികൾ നിങ്ങൾ ചെയ്തിട്ടുണ്ട്, എൻ്റെ വചനത്തിൻ്റെ പ്രവർത്തികൾ വിരുദ്ധമായി ചെയ്തിട്ടുണ്ടെങ്കിൽ നിൻ്റെ 3-ാമത്തെയും 4-ാമത്തെയും തലമുറയുടെ മേലെ ശാപം വരും. എൻ്റെ കർത്താവേ, നിങ്ങൾ ദൈവവചനം പഠിച്ച് നിങ്ങൾക്കതിനെ വേരോടെ പിടാം. എൻ്റെ ദൈവസഭയിൽ വന്ന കർത്താവ് എനിക്ക് തന്ന ഈ ദൈവസഭയിൽ വന്ന ദൈവമക്കളോട് എപ്പോഴെങ്കിലും ഞാൻ ഓൺലൈൻ മാറ്റിയിട്ട്, കാരണം ഓൺലൈനിൽ പോകാൻ ഞാൻ ആഗ്രഹിക്കാത്തൊരു കാര്യം നിങ്ങളോട് ഞാൻ പറയാം. നിങ്ങൾ
കാരണം കേസിൻ്റെ ലൈൻ പൊട്ടുമോ ഇല്ലയോ എന്ന്. കൈകളും കാലുകളും കുളമ്പ് പിളർന്നതുപോലെ ഉണ്ടായിരുന്ന വീട്ടിലെ മക്കളുടെ ലൈഫിൽ വിടുതൽ നടന്നത് എനിക്കറിയാം. കൈകളും കാലുകളും കുളമ്പ് പിളർന്ന് ജനിച്ചുകൊണ്ടിരുന്ന വീട്ടിലെ മക്കളുടെ ലൈഫിൽ വിടുതൽ നടന്ന് ചരിത്രം ഞാൻ പിന്നീട് പറയാം, ഓൺലൈനിലൊന്നും ഇല്ലാതെ പറയാം. കണ്ടോ, ചില ആൾക്കാർ മറ്റുള്ള എങ്ങനെ പറയണം എനിക്കറിയത്തില്ല. നിങ്ങൾ റൂട്ടുണ്ട്, എനിക്ക് അത്രേ അറിയത്തുള്ളൂ. റൂട്ട് മാറ്റണം. ഞാൻ കേരളത്തിൽ കിടന്ന് ആൾക്കാരെ ഉപദ്രവിച്ചിട്ട്, ആൾക്കാരെ അടിച്ചിട്ട് ഉപദ്രവിച്ചിട്ട് അവരുടെ പൈസ മോട്ടിച്ചിട്ട് എല്ലാം ചെയ്തിട്ട് മുങ്ങി ബാംഗ്ലൂരിൽ വന്ന് വെള്ള ഷർട്ട് ഇട്ടുകൊണ്ട് പ്രസംഗിച്ചാൽ എവിടെ ഞാൻ അനുഗ്രഹിക്കപ്പെടും? എവിടെ അനുഗ്രഹിക്കപ്പെടാനാ? കർത്താവ് പറയും, മോനെ നീ നിൻ്റെ യാഗം ഇവിടെ വെച്ചിട്ട് നീ പോയി നിരന്നിട്ട് വാ, പോയി ക്ഷമ ചോദിച്ചിട്ട് വാ. പിന്നെ പൈസ മേടിച്ചവനോട് ക്ഷമ ചോദിക്കുമല്ല വേണ്ടി. പൈസ മേടിച്ചവനോട് എന്തു ചെയ്യണം? പൈസ കൊടുക്കണം, മേടിച്ചത് തിരിച്ചു കൊടുക്കണം. ഒരാളെ അടിച്ചു, അയാളുടെ അടുക്ക് പോയി ക്ഷമ പറയാം, അയാളോട് പറയാം നിനക്ക് ഞാൻ എന്ത് ചെയ്തു തരണം ചോദിക്കാം. ഫോർമാലിറ്റിക്കല്ല, നമ്മുടെ ഹൃദയത്തിൻ്റെ നിർമ്മലതയിലായിരിക്കണം മറ്റുള്ള ഒരാളോട് ക്ഷമ ചോദിക്കേണ്ടത്. നിങ്ങൾക്ക് അന്നേരം എന്തൊക്കെ ഹ്യൂമിലിയേഷനും നഷ്ടം പറ്റിയോ, നിങ്ങൾ ദൈവത്തിൻ്റെ വചനം അനുസരിക്കുന്നത് കൊണ്ട് ദൈവം നിന്നെ ഉയർത്തും. ദൈവം അവരുടെ എല്ലാ മധ്യ നിന്നെ ഉയർത്തും. ഞാൻ അവിടുന്ന് മാറട്ടെ. ദൈവമക്കളെ, റൂട്ടുണ്ട് കേട്ടോ, റൂട്ട്. ക്ഷാമം വന്നു. ഇനിയും അടുത്ത ചോദ്യം ചോദിച്ചിട്ടോ, ഈ ക്ഷാമം വന്ന എങ്ങനെ? ലേവ്യ പുസ്തകത്തിലെ പ്രമാണമാണ്, ദേശത്തെ രക്തം വീണാൽ ദേശം മണ്ണ് ശപിക്കപ്പെടും. ചില വീടുകളിൽ എന്തൊക്കെ ചെയ്തിട്ട് നന്മയില്ല. മക്കൾ കൊണ്ടുപോയി പലയിടത്തും കൊണ്ട് വിതച്ചു. കേരളത്തിൽ വിതച്ചു, ഗൾഫിൽ വിതച്ചു, പിന്നെയും കേരളത്തിൽ വന്ന് ബിസിനസ്സിനകത്ത് വിതയ്ക്കുക, ഒരു ഫലവും ഇല്ല. നിൻ്റെ ഭൂമി, ആത്മമണ്ഡലത്തിലെ നിൻ്റെ ഭൂമി ശപിക്കപ്പെട്ടു പോയി. ആത്മമണ്ഡലത്തിൽ തന്നെയല്ല, നിൻ്റെ ഭൂമി ശപിക്കപ്പെട്ടു പോയി. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ശപിക്കപ്പെട്ടു പോയി. എന്തോ ചെയ്തിട്ട് ഉയർച്ചയില്ല. പല തരത്തിലാണ് ചില വ്യക്തികൾ. ഞാൻ ഓരോ സ്ഥലത്തും ഇങ്ങനെ യാത്ര ചെയ്യുന്നതുകൊണ്ട് ഒത്തിരി ആൾക്കാർ പ്രാർത്ഥിക്കാൻ വരും. പ്രത്യേകിച്ച് ഈ മെസ്സേജുകൾ കേട്ടിട്ട് ആൾക്കാർ തേടി പിടിച്ചു വരും, അവർക്ക് വിടുതലിന് വേണ്ടി. ചില വീടുകളിലെ ആൾക്കാർ വീട്ടിൽ തന്നെ ഇരുന്നാൽ അവർ ഇറങ്ങത്തില്ല, ഡിപ്രഷനാണ്, മുറിക്കകത്ത് തന്നെ ഇരിപ്പാണ്, ഇരുട്ട് മുറിക്കകത്ത് തന്നെ. ചിലർ മരുന്നെടുക്കുന്നുണ്ട്, ചിലർ മരുന്നെടുക്കുന്നില്ല. മറ്റെല്ല രോഗങ്ങളാണ്, മരുന്നില്ലാത്ത രോഗങ്ങൾ. എത്ര മരുന്ന് കഴിച്ചിട്ട് മാറുന്നില്ല. ചിലർ എന്തൊക്കെ ചെയ്തിട്ട് ബിസിനസ് ചെയ്തിട്ട് നടക്കുന്നില്ല. എൻ്റെ ദൈവമക്കളോട് ഞാൻ വിളിച്ചു പറയുക, യേശുവിൻ്റെ വചനത്തിലേക്ക് വാ, യേശുവിൻ്റെ കാൽവരി ക്രൂശിലേക്ക് വാ. നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ ചാർച്ചക്കാരും എത്താത്തടത്ത് നിങ്ങളെയും നിങ്ങളുടെ തലമുറകളെ ദൈവം എത്തിക്കും. സത്യം അറിയുകയും സത്യം നമ്മെ അത് ചുമ്മാതല്ല, സ്വതന്ത്രമാക്കും. എന്തുകൊണ്ടാണ് ക്ഷാമം വന്നേ? ദാവീദിൻ്റെ കാലത്ത് എന്തുകൊണ്ടാണ് ക്ഷാമം വന്നേ? രക്തം വീണു. ആര് രക്തം വീഴ്ത്തി? അവർ വീഴ്ത്തി. ദാവീദ് വീഴ്ത്തിയതല്ല. ദാവീദ് ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനാണ്. അടുത്ത ചോദ്യം, ഇനി എന്തോ എന്തിനാ 7 മക്കളെ പിടിച്ചു കൊടുത്തേ? അതും ബൈബിളിലെ പ്രമാണം. ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് ഇവിടെ എന്ന് തോന്നുന്നു, അല്ലെങ്കിൽ പെട്ടെന്ന് ഓടിച്ചിട്ട് പറയാം. 7 മക്കളെ പിടിച്ചു കൊടുക്കുന്നതിന് കാരണം എന്തുവാ? ബൈബിളിൻ്റെ പ്രമാണമാണ്, പഴയ നിയമത്തിൻ്റെ പ്രമാണം. ആര് രക്തം വീഴ്ത്തിയോ ആ വീഴ്ത്തിയവൻ്റെ രക്തം ആ മണ്ണി വീഴണം. അതിനേ ഉള്ളൂ പ്രതിവിധി. മനസ്സിലായോ? ആരാണോ അകാരണമായി ബ്ലഡ് വീഴ്ത്തിയത്, ഒരു പാവപ്പെട്ടവൻ്റെയോ മറ്റൊരു മനുഷ്യൻ്റെയോ രക്തം മണ്ണി വീഴ്ത്തിയത് ആരാണോ അകാരണമായി, അവൻ്റെ രക്തം ഭൂമിയിൽ വീഴുന്നതാണ് പഴയ നിയമത്തിലെ സൊല്യൂഷൻ. കാരണം പഴയ നിയമത്തിൽ കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്, അല്ലേ? അങ്ങനെയായിരുന്നു, പകരത്തിന് പകരമായിരുന്നു. പക്ഷെ നമുക്ക് അങ്ങനെയല്ല. പക്ഷെ നമുക്ക് പ്രമാണമുണ്ട്, രക്തം വീഴ്ത്തണം. രക്തം അതിന് പകരം
ആത്മമണ്ഡലത്തിൽ ക്ലെൻസ് ചെയ്യണം. നിങ്ങൾ മനസ്സിലാകുന്നില്ല, എന്നെ ഒന്ന് ഓർപ്പിച്ചാൽ മതി ഫിജി ഐലൻഡിൻ്റെ കാര്യം, അതും കൂടെ പറയാം. എന്തിനാ ദാവീദ് ഇത് 7 മക്കളെ പിടിച്ചു കൊടുത്തത്? ബൈബിളിലെ പ്രമാണമാണ്. അത് ദാവീദിനറിയാം. അതെങ്ങനെയാണ് ദാവീദിനറിയാം? ദൈവം വചനത്തിൽ കൂടെ മോശയോട് പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം നിങ്ങളെ ചെറുതായിട്ട് പഠിപ്പിക്കേണ്ടിയാണ്. കാരണം ഒത്തിരി ഇടത്തുനിന്ന് സ്ട്രീംസ് പോലെ കിടക്കുന്ന സാധനമാണ്. രാജാക്കന്മാർ ദൈവം പറഞ്ഞു, മോശയോട് പറഞ്ഞു, നിന്നെ ഞാൻ കനാൻ ദേശത്ത് എത്തിക്കും. കനാൻ ദേശത്ത് എത്തിക്കഴിയുമ്പോൾ നിനക്ക് ജാതികൾക്കുള്ളതുപോലെ രാജാക്കന്മാർ വരും. അങ്ങനെ രാജാക്കന്മാർ നിനക്ക് വരുമ്പോൾ നിന്റെ രാജാവ് എങ്ങനെയുള്ളവനായിരിക്കണം എന്ന് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തെ കണ്ടീഷൻ, അന്യനെ നിന്റെ മീതെ രാജാവാക്കിക്കൂടാ. നിന്റെ സഹോദരന്മാരിൽ ഒരുത്തൻ നിന്റെ മീതെ രാജാവാകണം. അന്യൻ നിന്റെ മീതെ രാജാവായിക്കൂടാ. 2, അവൻ രാജാവായിട്ടിരിക്കുമ്പോൾ, ഇത് മോശയിൽ കൂടെ പറഞ്ഞ ആവർത്തനം 17 കിടപ്പുണ്ട്. അവൻ രാജാവായിട്ടിരിക്കുമ്പോൾ എൻ്റെ ലേവ്യരെ അവൻ വരുത്തണം. അവൻ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ എൻ്റെ ലേവ്യരെ വരുത്തണം. അവൻ എൻ്റെ ലേവ്യരെ വരുത്തിയിട്ട് ലേവ്യരുടെ കയ്യിൽ നിന്ന് ഈ ന്യായപ്രമാണത്തിൻ്റെ ഒരു കോപ്പി അവൻ മേടിക്കണം. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ന്യായപ്രമാണത്തിൻ്റെ ഒരു കോപ്പി അവൻ മേടിക്കണം. മേടിച്ചിട്ട് അവൻ സിംഹാസനത്തിലിരിക്കുമ്പോൾ അവൻ്റെ കൈപ്പടയിൽ അവൻ എഴുതിയെടുക്കണം. എന്തെടുക്കണം? അവൻ്റെ കൈപ്പടയിൽ അവൻ എഴുതിയെടുക്കണം. എന്തിനാ അവൻ്റെ കൈപ്പടയിൽ എഴുതണ്ടേ? വേറെ സ്ക്രൈബ്സിനെ വെച്ച്, എഴുത്തുകാരെ വെച്ച് എഴുതിയെടുത്താൽ പോരായോ? അല്ല, നിന്റെ കൈപ്പടയിൽ നീ എഴുതി. രാജാവ് സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ എത്ര റെസ്പോൺസിബിലിറ്റിയാ. പക്ഷെ നിന്റെ കൈപ്പടയിൽ നീ അത് എഴുതിയെടുക്കണം. അതാദ്യത്തെ അവൻ്റെ ഉത്തരവാദിത്വമാണ്. എന്തിനാ എഴുതിയെടുക്കുന്ന അറിയാം? നീ എൻ്റെ വചനം നിന്റെ കൈപ്പടയിൽ നീ എഴുതുമ്പം യഹോവയുടെ വിരൽ നിന്റെ ഹൃദയപലകയിൽ എഴുതും. നിങ്ങളുടെ കുഞ്ഞുങ്ങളോട് പറയണം, ബൈബിള് കൈ കൊണ്ട് എഴുതാൻ പറയണം. ബൈബിള് വായിക്കുന്നത് പോലെ തന്നെ ബൈബിൾ കവർ ടു കവർ കൈ കൊണ്ട് എഴുതാൻ പറയണം. നിങ്ങളുടെ ലൈഫ് അനുഗ്രഹിക്കപ്പെടും. ഒരു സ്തോത്രം പറയാമോ? നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടും. അവരുടെ ബുദ്ധി വളരും. ബൂസ്റ്റും കോംപ്ലാനും ഒന്നുമല്ല അവരുടെ ബുദ്ധി വളരുന്നത്, അതൊക്കെ പോത്തേ ഉള്ളൂ. ഉള്ള എല്ലാം ഷുഗറാണ്, ബൂസ്റ്റും കോംപ്ലാനും എല്ലാം. വചനം ധ്യാനിച്ച് അത് അനുഗ്രഹമായി തീരും. അപ്പം രാജാവ് ഇത് എഴുതിയെടുത്തത് കൊണ്ട് രാജാവിന് ഇത് അറിയാമോ? അറിയാം. 13 വയസ്സിന് മുമ്പേ ന്യായപ്രമാണം മൊത്തം കാണാതെ പഠിച്ചിരിക്കണം. ഞാനത് പഠിപ്പിച്ചിട്ടുണ്ട്. ദാവീദിനതെല്ലാം അറിയാം. 7 മക്കളെ പിടിച്ചു കൊടുത്തു. എന്തിനാ? രക്തം വീഴിച്ചവൻ്റെ രക്തം അവിടെ വീഴാതെ സൊല്യൂഷനില്ല. അതാ പ്രതിശാന്തി. അതുകൊണ്ടാണ് സ്വന്തം പ്രജകളെ പിടിച്ചു കൊടുത്ത്. 2, ശൗല് ചെയ്തിട്ട് എന്തുകൊണ്ടാണ് ശൗലിൻ്റെ വീട്ടിലോട്ട് മാത്രം ഇത് പോയില്ലല്ലോ? ശൗലിൻ്റെ വീട്ടിൽ പോയി, പക്ഷേ എങ്ങോട്ട് വന്നു? അല്ല, ഒരു കുടുംബം പാപം ചെയ്താൽ, ശാപത്തിന് കാരണമായ പാപം ചെയ്താൽ ഇത് അവൻ്റെ വീട്ടിലോട്ട് മാത്രമല്ലേ പോകണ്ടിയേ? പക്ഷേ ഇത് എങ്ങനെ വന്നേ? ഇസ്രായേൽ മൊത്തം അതെങ്ങനെ വരുന്നേ? അതും ബൈബിളിലെ പ്രമാണമാണ്. ഒരാൾ പ്രഭുവായിട്ടിരിക്കുന്ന ഒരാളോ പുരോഹിതനായിട്ടിരിക്കുന്ന ഒരാളോ പാപം ചെയ്താൽ ആ പാപം അവൻ്റെ വീട്ടിലോട്ട് മാത്രമല്ല പോകുന്നത്, അതിൻ്റെ ശിക്ഷ എങ്ങോട്ട് കൂടെ വരും? ഇപ്പം കിട്ടിയോ? ഇതിനാ നല്ല ലീഡർഷിപ്പിൽ നിൽക്കണമെന്ന് പറയുന്നത്. ചിലത് വിക്കഡ് ലീഡർഷിപ്പാണ്, ചിലത് വിക്കഡ് ലീഡർഷിപ്പാണ്. മനസ്സിലാകത്തില്ല. ചിലത് വിക്കഡ് ലീഡർഷിപ്പാണ്. ഉള്ള പൈസയും മേടിച്ച് ഇൻസെക്യൂരിറ്റിയും എല്ലാം കാണുമ്പം ചിരിച്ചാ, പക്ഷെ ആകെ മൊത്തം ഇൻസെക്യൂരിറ്റിയാണ്, ഈഗോയാ, ജലസിയാ. ഞാനതിന് പേര് ഇട്ടിട്ടുണ്ട്. ചിലർക്ക് അസൂയയും കുശുമ്പും കൂടെ ഒരുമിച്ചാണ്. ഞാനതിന് പുതിയൊരു പേരിട്ടു, കുസൂയ എന്ന്. കാരണം ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്കുള്ള പുതിയ മ്യൂട്ടേഷൻ നടന്നൊരു വകതിരിവ് നടന്ന സാധനമാണ്. ഒരാൾ അനുഗ്രഹിക്കപ്പെടുന്നത് ഇഷ്ടമല്ല, ഒരാൾ ശുശ്രൂഷയെ പോയാൽ ഇഷ്ടമല്ല, ഒരാൾ മാനിക്കപ്പെടുന്നത് ഇഷ്ടമല്ല. നോ 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 ഇതെല്ലാം നിന്നെ ഇത് കുറച്ച് കളയും, നിന്നെ തകർത്ത്. ആ വ്യക്തിയുടെ കൂടെ നിൽക്കുന്നവൻ്റെ എല്ലാ ലൈഫിൽ അസൂയയുടെ സ്പിരിറ്റ് കാണും. കൂടെ നിൽക്കുന്നവൻ്റെ എല്ലാം ഇതേ അസൂയയുടെ സ്പിരിറ്റ് കാണും. ഇവരെ വിട്ട് ഓടുന്നത് ഏറ്റവും നല്ലത്. നോക്കിയേ,
പ്രഭുവോ രാജാവോ പുരോഹിതനോ പാപം ചെയ്താൽ അത് ആരുടെ മേൽ വരും? ദേശത്തിൻ്റെ മേൽ. ഇപ്പം മനസ്സിലായോ ശൗൽ ചെയ്തത് എങ്ങനെ വന്നതെന്ന്? ശൗൽ രാജാവായിട്ടിരിക്കുമ്പോഴാണ് രക്തം വീഴ്ത്തിയത്. ഞാൻ നിങ്ങൾക്ക് ഇനി ഒരു ഉദാഹരണം പറയാം. ആ ഫിജി ഐലൻഡിൻ്റെ കാര്യം പറയാം, നിങ്ങൾക്കത് മനസ്സിലാക്കാൻ. ഇത് ഇത്രയും മനസ്സിലായോ? ഈ വേർഡ് ഒന്ന് കംപ്ലീറ്റ്. റൂട്ട് മാറ്റണം. എന്തുവാണ്? എല്ലാവരും ഒന്ന് പറയാമോ? റൂട്ട് മാറ്റണം. നിങ്ങൾ മുകളിലോട്ട് കിളിച്ചു വരുന്ന ആ ഒരു നാമ്പിനെ, ആ കൊമ്പിനെ വെട്ടി കളയുക. വെട്ടിക്കളഞ്ഞുകൊണ്ടിരുന്ന ഒരു ഇതുമില്ല. ഒരു ഉദാഹരണം പറയാം, എന്നിട്ട് ഫിജി ഐലൻഡിലേക്ക് വരാം. ഒരിക്കൽ ഒരു സ്ഥലത്ത് ഞാൻ പ്രസംഗിക്കാൻ വേണ്ടി പോവാം, വർഷങ്ങൾക്ക് പറയും. അന്ന് പോകുന്ന സമയത്ത് എൻ്റെ ട്രെയിൻ ലേറ്റാണ്. 9 മണിക്കോ 8 മണിക്കോ ചെല്ലുന്ന ട്രെയിൻ അങ്ങ് ലേറ്റായി. ഞാൻ എൻ്റെ ഹൃദയത്തിൽ അങ്ങ് കർത്താവേ ഇനി ഓടിച്ചെന്ന് കുളിച്ച് റെഡിയായി ഓടിപ്പോണമല്ലോ, ഇങ്ങനെ എൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ എൻ്റെ ഭാരമായിട്ടിരിക്കുക. അന്നേരം കർത്താവ് എന്നോട് പറയുക, ഇന്ന് പോയി അവിടെ പോയി പറയണം, വെട്ടിയാൽ കിളിക്കും. നിങ്ങൾ ബൈബിളിൻ്റെ പ്രമാണം വെട്ടുകയല്ല, ബൈബിളിൻ്റെ പ്രമാണം വേരോടെ പിഴുകിയ ബൈബിളിൻ്റെ പ്രമാണം. ഒരു വാക്യം കൂടെ എന്നോട് ദൈവാത്മാ പറയുക, ഈ കാട്ടത്തിയോട് വേരോടെ പിഴുത് കടലിലേക്ക് ചാടിപ്പോകാൻ പറഞ്ഞാൽ അത് അപ്രകാരം സംഭവിക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. എന്നോട് കർത്താവ് പറഞ്ഞു, വെട്ടിയാൽ ആ കുട്ടി ഇരുന്ന് കിളിക്കും. ഇത് പോയി പ്രസംഗിക്കാൻ പറഞ്ഞു. ഞാൻ ആ ചർച്ചിലോട്ട് നേരെ പോയി, ആരെയും പരിചയമില്ല, നേരെ സ്റ്റേജിലോട്ട് കയറി റെഡിയായി പ്രസംഗിക്കാൻ തുടങ്ങി. 1.5 മണിക്കൂറോ 2 മണിക്കൂറോ അങ്ങോട്ട് ശുശ്രൂഷിച്ചു. അപ്പോൾ ഈ വേർഡ് ഞാൻ ദൈവാത്മാവൊന്ന് റിപ്പീറ്റ് ചെയ്തു. ശുശ്രൂഷിച്ചെല്ലാം കഴിഞ്ഞപ്പം ഉച്ച കഴിഞ്ഞിട്ട് അന്ന് വൈകിട്ടത്തേനോ അങ്ങനെ മീറ്റിംഗ് ഉണ്ടോ അതിന് ഓർക്കുന്നില്ല. ആ അവിടുത്തെ പാസ്റ്ററും അവരുടെ വീട്ടിലെ താമസിക്കും, പാസ്റ്ററും ആൻറ്റി മോനും വന്ന് പറഞ്ഞു, പാസ്റ്റർ ഉച്ച കഴിഞ്ഞ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയിരുന്നു. ഒരു 10-300 ആൾക്കാരുണ്ട് ആൻറ്റി, 300 ആൾക്കാരുണ്ട്. പക്ഷേ അവരുടെ ജീവിതത്തിൽ 300 ആൾക്കാരുണ്ടെങ്കിലും ഉയർച്ച നടന്നിട്ടില്ല. ആ പ്രാർത്ഥിക്കാനിരിക്കുന്ന കൂട്ടത്തിൽ ഞാനത് പറയുന്നതിൻ്റെ കാരണമുണ്ട്, അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, പോട്ടെ. ഉയർച്ച നടന്നിട്ടില്ലെന്നുള്ളത് പ്രാർത്ഥിക്കാനിരിക്കും. ആ ആൻറ്റി എന്നോട് പറയാം, പാസ്റ്റർ ഇന്ന് പറഞ്ഞ ആ വേർഡ് ഞങ്ങൾക്കുള്ളതായിരുന്നു. ഞാൻ ചോദിച്ചു, ഏത് വേർഡ് ആൻറ്റി? വെട്ടിയാൽ കിളിക്കും. വെട്ടുകല്ലായിരുന്നു വേണ്ടിയത്, പിഴുകയായിരുന്നു, വേരോടെ പിഴുകയായിരുന്നു വേണ്ടിയത്. അതാണ് ഞങ്ങളോടുള്ള ദൂത്, അതായിരുന്നു ഞങ്ങൾക്കുള്ളത്. ഞാൻ ചോദിച്ചു, ആൻറ്റി എന്ത് പറ്റി ഇതിങ്ങനെ പറയാനുള്ളതിൻ്റെ കാരണം? അപ്പോൾ ഈ മാതാവ് എന്നോട് പറയുക, പാസ്റ്ററെ ഞങ്ങൾ നേരത്തെ സമുദായത്തിലായിരുന്നു. ഞങ്ങൾ സമുദായത്തിൽ ബിസിനസ്സും ചെയ്ത്, കേരളത്തിൽ ബിസിനസ്സും ചെയ്തുകൊണ്ടൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് അച്ചായൻ്റെ 26-ാമത്തെ വയസ്സെത്തിയപ്പം പാസ്റ്ററുടെ ഒരു ഭയങ്കര കടം വന്ന് കയറി. ഞങ്ങൾ കടത്തിനകത്തങ്ങ് പെട്ടു പാസ്റ്ററെ. അവർ കടത്തിനകത്തങ്ങ് പെട്ടു. ഞങ്ങളങ്ങനെ ഭാരപ്പെട്ടു. അവസാനം ഞങ്ങൾ സമുദായം വിട്ടു. ഞങ്ങൾക്ക് ആകുന്ന നോക്കിയിട്ടൊന്നും രക്ഷയില്ല. പിന്നെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതിലേക്ക് ദൈവമല്ലാതെ വേറൊരു മറുപടി ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കാൻ വേണ്ടി. പക്ഷേ അങ്ങനെ പ്രാർത്ഥിച്ച് ഞങ്ങളുടെ കൂടെ ആൾക്കാരിരുന്ന് പ്രാർത്ഥിക്കാൻ വരാൻ തുടങ്ങി. അങ്ങനെ കൂടിയ കൂട്ടായ്മ ഇത്. ഒത്തിരിയും കുടുംബങ്ങൾക്ക് വിടുതലായി. ദൈവം ഈ കുടുംബത്തെ ഉപയോഗിക്കാൻ തുടങ്ങി. പക്ഷേ എന്നാലും ഞങ്ങളുടെ ആ പ്രശ്നം നാളുകളെടുത്തു കടമൊന്ന് മാറാൻ. നാളുകളെടുത്തു. ഞങ്ങളൊരു തീക്കകത്തൂടെ പോയി നാളുകളെടുത്തു. പക്ഷേ ഞങ്ങൾ എങ്ങനെയൊക്കെയോ അങ്ങനെ മാറി. പക്ഷെ ഞങ്ങളിതൊക്കെ മാറി സർവൈവ് ചെയ്തത് കടമൊന്നുമില്ല. പക്ഷെ ഞങ്ങൾക്ക് ഉയരാൻ പറ്റിയിട്ടില്ല. ഞങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ച പറ്റിയിട്ടില്ല. പക്ഷെ അതുമല്ല പ്രശ്നം. ഇപ്പം ഞങ്ങൾ അതിനേക്കാട്ടിലും വലിയൊരു ഭാരത്തിലാണ്. ശ്രദ്ധിച്ച് കേൾക്കണേ, അതിനേക്കാട്ടിലും വലിയൊരു ഭാരത്തിലാണ്. ഞങ്ങളുടെ മകനെ ഞങ്ങൾ എങ്ങനെയൊക്കെയോ പൈസ സ്വരൂപിച്ച് അവനെ യൂറോപ്പിൽ എൻജിനീയറിംഗ് പഠിക്കാൻ വിട്ടു. നല്ലൊരു പയ്യൻ. അവൻ എൻജിനീയറിംഗ് പഠിക്കാൻ വിട്ടു. അവൻ എൻജിനീയറിങ്ങിന് അവിടെ ചെന്നു. എൻജിനീയറിങ്ങിൻ്റെ 4-ാം വർഷവും എങ്ങാണ്ട് എത്തി. അവൻ 1 വർഷം കൂടെ എങ്ങാണ്ട് സ്റ്റേ ബാക്ക്, എന്തോ 1-2 വർഷം സ്റ്റേ ബാക്ക് കിട്ടി ഏതോ രാജ്യത്ത്. പക്ഷേ അവൻ അവിടെ ചെന്ന സമയത്ത് അവൻ്റെ 26-ാമത്തെ വയസ്സിൽ ഇവൻ എന്തോ കാര്യം ചെയ്തു. 26-ാമത്തെ വയസ്സിൽ ഇവന് അവിടെ ഒത്തിരി കടകളായി. ഇന്ത്യൻ മണിയിലോട്ട് വെക്കുമ്പോൾ കോടികൾ കടമായി. അവന് എന്തോ ചെയ്യാൻ തുടങ്ങിയതാണ്. അവന് കടം കയറി. അവനിപ്പോൾ അവിടെ നിൽക്കാൻ വയ്യ. അവിടുന്ന് വല്ലാത്ത പ്രതിസന്ധിയാണ്. അവൻ എങ്ങനെങ്കിലും നാട്ടിലേക്ക് വരാനും പറ്റുന്നില്ല. ബാംഗ്ലൂരിലേക്ക് വന്ന് എന്തെങ്കിലും ഇനി ജോലിക്ക് കയറണം. പക്ഷെ ഞങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളാണ് മനസ്സിലായ അച്ചായൻ്റെ 26-ാമത്തെ വയസ്സിലേക്ക് കടം വന്ന് മേളിൽ കയറിയത്. മകൻ സ്ഥലം മാറി. പക്ഷെ പ്രശ്നത്തെ മാറ്റാതെ പോയത് കൊണ്ട്, നിങ്ങളോട് ഞാൻ പലപ്പോഴും പറഞ്ഞൊരു വേർഡുണ്ട്, സ്ഥലം മാറിയത് കൊണ്ട് പ്രശ്നം മാറത്തില്ലെന്ന്.
രാജ്യം മാറിയതുകൊണ്ട് പ്രശ്നം മാറത്തില്ലെന്ന് ഞാൻ ഒത്തിരി വട്ടം പറഞ്ഞിട്ടുണ്ട്. ബൈബിളിൽ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. യാക്കോവ് പോയിടത്തെല്ലാം കനാൻ ദേശത്തുനിന്ന് സിറിയയിൽ പോയി. അവിടെ പോയിട്ട് പ്രശ്നം മാറിയോ? ഇല്ല. പ്രശ്നത്തിൻ്റെ റൂട്ടിനെ മാറ്റാതെ നിങ്ങൾ എവിടെ പോയാലും നിങ്ങളെ പ്രശ്നം വിട്ട് മാറത്തില്ല. പ്രശ്നത്തിൻ്റെ റൂട്ട്. അവൻ കടം കയറി തിരിച്ചു വരിക. ഞാൻ ചോദിച്ചു, ആൻറ്റി അയ്യോ ഞങ്ങൾക്ക് ഒരു വേർഡ് ഇന്ന് പരിശുദ്ധാത്മാവ് ഞങ്ങളോട് ആഴത്തിൽ പറയായിരുന്നു. അച്ചായൻ്റെ 26-ാമത്തെ വയസ്സിൽ വന്ന പ്രശ്നത്തെ ഞങ്ങൾ വെട്ടുക ചെയ്ത്, അതിനെ പിഴുതില്ല. പിഴാത്തത് കൊണ്ട് ആ മകൻ്റെ ലൈഫിൽ ആ കുറ്റി വിളിച്ചു. അയ്യോ, ആ കുടുംബം ഒന്ന് എന്നോട് പറയുക, എന്നോട് ഇത് ട്രെയിനിലിരിക്കുമ്പോൾ ദൈവാത്മാവിനോട് പറഞ്ഞാൽ ആ കുടുംബത്തിൽ പോയി പറയണം, ദൈവവചനത്തിൻ്റെ പ്രമാണം നിങ്ങളുടെ എതിരെ വന്നതിനെ വെട്ടുകയല്ല വേണ്ടിയത്, നിങ്ങളുടെ എതിരെ വന്നതിനെ വേരോടെ പിഴുകയാണ് വേണ്ടിയത്. വേരോടെ പിഴുക ചെയ്യണം. എൻ്റെ പ്രിയ ദൈവമക്കളെ കേട്ടോ, എൻ്റെ മാതാപിതാക്കളും സഹോദരങ്ങളും എന്നുള്ള രീതിയിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. നിങ്ങളുടെ ലൈഫിൽ ശ്രദ്ധിച്ച് കേൾക്കണം. എവിടെങ്കിലും വേരുകൾ, ശാപത്തിൻ്റെ വേരുകൾ കിടപ്പുണ്ടെങ്കിൽ അതിനെ ഈ മീറ്റിങ്ങിനകത്ത് വെട്ടുകയല്ല ചെയ്യേണ്ടിയേ. ഈ മീറ്റിംഗ് ഞാൻ വെട്ടിയിട്ട് പോവാം, വെട്ടല്ല. അതിനെന്ത് ചെയ്യണം? പിഴണം. പിഴുതില്ലെങ്കിൽ നാളുകളിൽ നിങ്ങളുടെ തലമുറയിലോ നിങ്ങളുടെ മക്കളുടെ തലമുറയിലോ അത് കിളിക്കും. നിങ്ങളുടെ കുടുംബത്തിൻ്റെ ഫാമിലി ട്രീ അങ്ങനെ ഇല്ല. ഓ ഗോഡ്, എനിക്ക് ചിലതൊക്കെ പറയണമെന്നുണ്ടെന്നേ, പക്ഷെ പറ്റുന്നില്ല. പറ്റാത്ത കാരണം ഓൺലൈനും കൂടെ ഉള്ളതുകൊണ്ടാണ്. ചിലതിനെ പിഴണം. വചനത്തിൻ്റെ അകത്തുള്ള അനുഗ്രഹങ്ങൾ മുഴുവനും നിങ്ങളുടെ വീട്ടിൽ ഇറങ്ങി വരട്ടെ. ഒരു സ്തോത്രം പറഞ്ഞേ. ആദ്യമേ ആ വീടിനെ കയറി ചാടിപ്പിടിച്ചോ. വചനത്തിൻ്റെ അകത്തുള്ള അനുഗ്രഹങ്ങൾ മുഴുവനും നിങ്ങളുടെ ലൈഫിൽ വരട്ടെ. ഗോഡ്, എന്തോ വചനത്തിലാണ് അനുഗ്രഹം. നിങ്ങൾ കാല് വെക്കുന്നിടം അനുഗ്രഹിക്കപ്പെടും, നീ കൈ തൊടുന്നിടം അനുഗ്രഹിക്കപ്പെടും, നീ പോകുന്നിടം അനുഗ്രഹിക്കപ്പെടും, നിന്റെ നീ ചെന്ന പട്ടണം അനുഗ്രഹിക്കപ്പെടും. ഗ്ലോറി. നിങ്ങളൊരനുഗ്രഹമാകട്ടെ. ഇത് മനസ്സിലായി. റൂട്ട് മാറ്റണം. ഇനി ഞാൻ ഫിജി ഐലൻഡിൻ്റെ കാര്യം പറയാം. ഫിജി ഐലൻഡ്, ഇത് ഫിജി ഇങ്ങനെയല്ലേ പേര്? ഫിജി ഐലൻഡ് നിങ്ങൾ എഴുതി വെച്ചു. 3000-ത്തിലോ അധികം അത്രയെങ്ങാണ്ട് ഐലൻഡുകളുടെ കൂട്ടമാണ്. 300 ആണോ 3000 ആണോ അത്രയും ഐലൻഡുകളുടെ കൂട്ടമാണ്. ഞാൻ ഓർക്കുന്നില്ല, ഒത്തിരി നാളായത് എൻ്റെ വീഡിയോ എല്ലാം ഇരിപ്പുണ്ട്. ഫിജി ഐലൻഡിനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. ഈ ഐലൻഡിൽ ഭയങ്കരമായിട്ട് പ്രശ്നങ്ങൾ കയറി ഈ ഐലൻഡിൽ അടിച്ചു. 2000-ങ്ങളിൽ കയറി അടിച്ചിട്ട് ഭയങ്കര കാരണം ഇന്ത്യൻ വംശജനായ ഒരാളവിടെ പ്രധാനമന്ത്രിയായി അത് ആ ഫൈറ്റിങ് വരുന്നതും ആകെപ്പാടെ ഭയങ്കര വയലൻസ് വന്നത് നിമിത്തം അവിടുത്തെ ഇക്കോണമി തകർന്നു, കൾച്ചർ തകർന്നു, എവറിതിങ് തകർന്നു. ജനത്തിന് ജീവിക്കാൻ പറ്റാത്ത പോലായി. ടൂറിസം ആയിരുന്നു അവിടുത്തെ പ്രധാനപ്പെട്ട ഇൻകം, അതെല്ലാം തകർന്നു. പട്ടാളക്കാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചേരി തിരിഞ്ഞ് വെടിവെപ്പ് നടത്തി. ഒരു പട്ടാളം ആ പ്രശ്നമുള്ളപ്പോൾ ഇറങ്ങേണ്ടി. ഇപ്പം പട്ടാളം തമ്മിൽ ചേരി കഴിഞ്ഞാലോ ഒരു രാജ്യം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തകർന്നു. ഇങ്ങനെ ഇരിക്കുന്ന കൂട്ടത്തിൽ ഈ രാജ്യത്തിന് സർവൈവ് ചെയ്യാൻ പറ്റാതെയായി. ഇവിടെ പ്രാർത്ഥിക്കുന്നവർക്ക് ദൈവം മനസ്സിലാക്കി കൊടുത്തു, ഈ പൈശാചിക ശക്തികൾ ഈ ദേശത്ത് വീടുകളിൽ ഇറങ്ങി തകർക്കാനുള്ളതിൻ്റെ കാരണം ഈ ദേശത്തിൻ്റെ മീതെ ഒത്തിരി രക്തം വീണ് കിടപ്പുണ്ട്. അത് അവിടെ മനുഷ്യനെ തിന്നുന്ന നരഭോജികൾ ഉണ്ടായിരുന്ന സ്ഥലം. രക്തത്തിൻ്റെ ആ അവകാശത്തിൻ്റെ പിമ്പിൽ പിശാച് ഇറങ്ങി വന്ന് ഈ ദേശത്തെ നശിപ്പിക്കുക. പ്രാർത്ഥിക്കുന്നവരെഴുന്നേറ്റ് കരയാൻ തുടങ്ങി. ചെറുക കാര്യങ്ങൾ മാറാൻ തുടങ്ങി. അവരുടെ പ്രസിഡന്റ് വരെ യേശുവിനെ, കാരണം രക്ഷയില്ല, ഒരു പിശാചിനെ പിടിച്ചിട്ട് നന്നാകുന്നില്ല. അവസാനം യേശുവിലേക്ക് കരങ്ങൾ ഉയർത്തി. അവർ പ്രസിഡന്റ് കർത്താവിനെ സ്വീകരിച്ചു. രാജ്യത്തിൻ്റെ പ്രസിഡന്റ് രഹസ്യത്തെ സ്വീകരിച്ചു. സ്ലോളി പ്രാർത്ഥിക്കുന്നവർ എഴുന്നേറ്റു. ഈ പ്രാർത്ഥിക്കുന്നവർ എഴുന്നേറ്റത് നിമിത്തം പൈശാചിക ശക്തികൾക്ക് പ്രവർത്തിക്കാൻ പറ്റാതെയായി. ഈ വേർഡ് നിങ്ങൾ ഓർത്തിരുന്നു.
പ്രാർത്ഥിക്കുന്നവർ എഴുന്നേറ്റാൽ പൈശാചിക ശക്തികൾക്ക് പ്രവർത്തിക്കാൻ പറ്റത്തില്ല. കാരണം പ്രാർത്ഥനയിൽ കൂടിയാണ് ദൈവം ദേശത്ത് കാര്യങ്ങളെ ചെയ്യുന്നത്. എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ചാൽ ദേശത്തിന് സൗഖ്യം വരുത്തുമെന്ന് കേട്ടോ. പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കൾ ഇവിടെ എഴുന്നേക്കട്ടെ കേട്ടോ. ഇവർ പ്രാർത്ഥിക്കാൻ അങ്ങോട്ട് തുടങ്ങി എന്തു പറ്റിയെന്നറിയാമോ? ഗോഡ്, പ്രാർത്ഥിക്കുന്നവർ എഴുന്നേക്കട്ടെ. ഇവർ തുടങ്ങി അവസാനം കുറേ കാര്യങ്ങൾ അങ്ങോട്ട് വിടുതൽ നടന്നാണ്ടി, കുറേ സ്ഥലത്ത് അനുഗ്രഹമായി. അങ്ങനെ ഇരിക്കുന്ന സ്ഥലത്ത് ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് എന്നെ ഓർപ്പിക്കാമെങ്കിൽ ഞാൻ നമ്മുടെ ഗ്രൂപ്പിനകത്ത് ആ വീഡിയോ ഇട്ട് തരാം. ഒരു പർട്ടിക്കുലർ സ്ഥലത്ത്, ഒരു ഐലൻഡിൽ ഒരു കൃഷിയില്ല. കൃഷി കണ്ടിട്ടുണ്ടോ? അത് ഇല്ല. ഞാൻ കാരണം ലൈഫ് ലൈറ്റിൻ്റെ മീറ്റിങ്ങിന് ഒത്തിരി വർഷം കാണിച്ചിട്ടുണ്ട്. ഒരു കൃഷിയില്ല ആൻറ്റി. കൃഷി ചെയ്താൽ മണ്ണ് കൃഷി കൊടുക്കത്തില്ല. ഒരു നദിയുണ്ട്, ആ നദിയുടെ പേര് ബെൻസിയ എന്നാണ്. കാരണം ഇതെല്ലാം ഞാൻ പഠിപ്പിച്ചതുകൊണ്ട് എനിക്കറിയാം. ബെൻസിയ. ഈ ബെൻസിയ എന്ന് പറഞ്ഞാൽ റിവറിനകത്ത് ഒരു പുല്ല് കിളിക്കത്തില്ല, ഒരു മത്സ്യം വരത്തില്ല. കാരണം ടോക്സിക് വാട്ടറാണ് ഒഴുകുന്നത്. ഒരു കൃഷിയില്ല. കടൽ ഈ വലയെറിഞ്ഞാൽ മീൻ കിട്ടത്തില്ല. അവിടുത്തെ മെയിൻ വരുമാനം എന്ന് പറഞ്ഞത് ടൂറിസവും മീൻപിടുത്തവും ഫിഷിങ്ങോ. മീൻ കിട്ടത്തില്ല. ഇങ്ങനെ ഇരിക്കുക. ഇവിടെ ഉണ്ടായിരുന്ന ആൾക്കാരെല്ലാം കൂടി ഇവരൊക്കെ കർത്താവിനെ അറിഞ്ഞ സമയത്ത് ഇവരെല്ലാം കൂടെ പ്രാർത്ഥിക്കാനിരിക്കുമ്പം കണ്ണടയ്ക്കുമ്പോൾ ഒരു കാര്യം കാണാം. ഒരു മിഷണറിയുടെ രക്തം ഇവിടെ കിടന്ന് നിലവിളിക്കുന്നു, ഈ ഐലൻഡിൽ കിടന്ന് നിലവിളിക്കുന്നു. അതുകൊണ്ട് ഈ ഐലൻഡ് തകർന്നുപോയി. 25 കിലോമീറ്റർ നടന്ന് വേണം കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകാൻ. ഇതൊന്നും ഞാൻ ചുമ്മാ പറയുന്നതല്ല, ഞാൻ വീഡിയോ ഇട്ട് തരാം. 25 കിലോമീറ്റർ നടന്ന് വേണം കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകാൻ. 2002 1 അവിടെ ഇലക്ട്രിസിറ്റി ഇല്ലായിരുന്നു. ആ സ്ഥലത്ത് 2001 ഇലക്ട്രിസിറ്റി ഇല്ലായിരുന്നു, കൃഷിയില്ല, ഒന്നുമില്ല. ഇവർ പ്രാർത്ഥിക്കാണ്ടിരിക്കുമ്പോൾ ഒരു മിഷണറിയുടെ ഒരു കരച്ചിൽ കേൾക്കാം. ഇവർ മനസ്സിലായി. ഇവർ അന്വേഷിച്ച് വന്നപ്പം അവിടെ ഉണ്ടായിരുന്ന ഒരു ഗ്രാമത്തലവൻ മൂപ്പൻ്റെ 2-3 തലമുറ പുറകി, 3-4 തലമുറ പുറകി 18th സെഞ്ച്വറിയിൽ അവിടെ മനസ്സിലായി. അവർ ഓരോ കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി വന്നപ്പോൾ മനസ്സിലായി. അവർക്ക് കാര്യം പിടുത്തം കിട്ടി. 18ാം സെഞ്ച്വറിയിൽ ദൈവം ഒരു മിഷണറി അമേരിക്കയിൽ നിന്ന് അയച്ചിട്ടുണ്ടായിരുന്നു. ആ മിഷണറിയുടെ പേര് തോമസ് ബേക്കർ എന്നായിരുന്നു. തോമസ് ബേക്കർ ഇവിടെ വന്നു. ഈ ഫിജി ഐലൻഡിൽ ഈ പർട്ടിക്കുലർ സ്ഥലത്ത് വന്നു. സുവിശേഷം പറയാൻ തുടങ്ങി. അടുത്ത മാസങ്ങൾക്കകം, ദിവസങ്ങൾക്കകം നരഭോജികളായ ആൾക്കാർ ഇവരെ കൊന്നുകളഞ്ഞു. ആ മിഷണറിയുടെ രക്തം ഭൂമി കിടന്ന് നിലവിളിക്കുക. ആ മിഷണറി അന്ന് അയച്ച ലെറ്ററുകളുണ്ട്, തൻ്റെ കുടുംബത്തിന് അയച്ച ലെറ്ററുകളുണ്ട്. തോമസ് ബേക്കർ എന്ന അദ്ദേഹത്തിൻ്റെ പേര്. തോമസ് ബേക്കർ. രക്തങ്ങൾ നിലവിളിക്കുക. ഇവർക്ക് ഈ കാര്യങ്ങൾ ദൈവം വെളിപ്പെടുത്തി കൊടുക്കാൻ പറയും. ഇവർ തോമസ് ബേക്കർ എന്ന് പറഞ്ഞ് ഇവിടേക്ക് വന്ന് അദ്ദേഹത്തിൻ്റെ കൊച്ചുമക്കളെ കോണ്ടാക്ട് ചെയ്യാൻ തുടങ്ങി. എങ്ങനെയൊക്കെയോ ഗവൺമെൻറ് വഴി കോണ്ടാക്ട് ചെയ്യാൻ തുടങ്ങി. അവരെ കിട്ടി. അമേരിക്കയിൽ നിന്ന്, ഇംഗ്ലണ്ടിൽ നിന്ന്, പല രാജ്യങ്ങളിൽ നിന്ന് കിട്ടി. അവസാനം ഇവരെല്ലാം കൂടി തീരുമാനിച്ചു ഗവൺമെൻറ്റിനോട് സംസാരിച്ച്. ഗവൺമെൻറ്റിനകത്ത് മാറ്റം വന്നതുകൊണ്ട് ഗവൺമെൻറ് ഇത് അക്സെപ്റ്റ് ചെയ്തു. ഇതെല്ലാം ആ ഡോക്യുമെൻ്ററി കാണിക്കുന്നുണ്ട്. ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ വലിയൊരു ഫംഗ്ഷൻ നടക്കുക. തോമസ് ബേക്കറിൻ്റെ കൊച്ചുമക്കളെല്ലാം വരിക. കൊച്ചുമക്കളോട് ഒഫീഷ്യലി ക്ഷമ ചോദിക്കുക. ആ കൊന്നുകളഞ്ഞ ഗ്രാമത്തലവൻ്റെ 3-4 തലമുറയുടെ പുറകിലുള്ള ആ ഗ്രാമമൂപ്പൻ ഇപ്പോൾ ഉള്ളയാൾ ക്ഷമ ചോദിക്കുക. തോമസ് ബേക്കറിൻ്റെ കൊച്ചുമക്കളെല്ലാം വന്നു. എല്ലാവരും കൊണ്ട് നിൽക്കുക. ഗവൺമെൻറ്റിൻ്റെ തലത്തിൽ ഒരു വലിയൊരു സെറിമണി നടക്കുക. സെറിമണി നടക്കുന്ന കൂട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ പ്രധാനമന്ത്രി ഹെലികോപ്റ്ററിൽ വരിക ക്ഷമ ചോദിക്കാൻ. നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുമോ? ഇതൊക്കെ ഞാൻ അയച്ചു തരാം, മൂവിയല്ല. പ്രധാനമന്ത്രി വന്നു ക്ഷമ ചോദിച്ചു. തോമസ് ബേക്കറിനോടും തൻ്റെ മക്കളോടും, തോമസ് ബേക്കറില്ല, തൻ്റെ കൊച്ചുമക്കളോട് ക്ഷമ ചോദിച്ചു. അവരുടെ മൂപ്പൻ വന്നിട്ട് അവരുടെ പാരമ്പര്യ വസ്ത്രവും കാര്യങ്ങളെല്ലാം ധരിച്ചുകൊണ്ട് വന്നിട്ട് അവർ വന്ന് ഈ തോമസ് ബേക്കറിൻ്റെ മക്കളോട് അവരുടെ ലാംഗ്വേജ് വന്ന് ഓരോരുത്തരോട് ക്ഷമ ചോദിക്കുക. ആ തോമസ് ബേക്കറിൻ്റെ മക്കൾ പറഞ്ഞു, അതിൻ്റെ ലീഡറായിട്ടുണ്ടായിരുന്ന ഒരാൾ പറഞ്ഞു, ഞങ്ങളുടെ വല്യപ്പനെ നിങ്ങൾ കൊന്നു കളഞ്ഞു, പക്ഷെ ഞങ്ങൾ ക്ഷമിക്കുന്നു. സുവിശേഷം നിമിത്തം അദ്ദേഹം ഞങ്ങൾ അവരോട് എന്നിട്ട് ഇവരെല്ലാം കൂടെ കെട്ടിപ്പിടിച്ച് കരയുകയും ക്ഷമ ചോദിക്കുകയും ഒരുമിച്ച് ഫുഡ് കഴിക്കുകയും അവിടെ പ്രധാനമന്ത്രി വന്ന് ക്ഷമ ചോദിക്കുകയൊക്കെ ചെയ്തു. ഇതെല്ലാം കഴിഞ്ഞാണ്ടി എല്ലാം കഴിഞ്ഞ് അന്ന് വൈകിട്ട് അവർ പറയാ, അന്ന് വൈകിട്ടത്തെ സൺസെറ്റാകുന്നത്, സൂര്യൻ അസ്തമിക്കുമ്പം അവർക്കൊരു കാര്യം അറിയാം, ആ ദേശത്തിൻ്റെ അന്തരീക്ഷം മാറി. ബൈബിളിൽ ഒരു വാക്യമുണ്ട്, സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പേ മറ്റുള്ളവനോട് ക്ഷമിച്ചാൽ
ദൈവം നിന്നോട് ക്ഷമിക്കും. അന്ന് വൈകിട്ടത്തെ സൂര്യൻ അസ്തമിക്കുന്നതിൻ്റെ മുമ്പേ ക്ഷമിച്ചാൽ അന്ന് വൈകിട്ടത്തെ അന്തരീക്ഷം മാറി. വിത്തിൻ 1 വീക്ക് അവർ കാണിക്കുക. സൺഡേയിലോ കഴിഞ്ഞിട്ട് വലയെറിയാൻ കടലിൽ പോയി, മീൻ പിടിക്കാൻ കടലിൽ പോയി. അവർ പറയാം, ദേ പുതിയ പുതിയ മീൻ 50-100 വർഷങ്ങൾക്ക് പുറകിൽ ഇവിടൊക്കെ ഞങ്ങളുടെ പിതാക്കന്മാർ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനത്തെയൊക്കെ മീൻ കിട്ടുമായിരുന്നെന്ന്. അവർ പറയാം, കടലിൽ നിന്ന് മീൻ, ഉൾക്കടലിൽ നിന്ന് കൂട്ടമായിട്ട് കരയ്ക്കോട്ട് വരിക. അവരങ്ങനെ യൂസ് ചെയ്യുന്ന വേർഡ്. അതിൻ്റെ മീൻ ഭയങ്കരമായിട്ട് മീൻ കരയ്ക്ക് വന്ന് നിറയുക. കേസിൻ്റെ റൂട്ട് മാറ്റാമെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ അവർ കൃഷി ചെയ്തു. അത് കാണിക്കുക. പണ്ടുണ്ടായിക്കൊണ്ടിരുന്ന കപ്പയുടെ കൃഷി ചെയ്ത് കാണിക്കും. കപ്പ ഇത്ര ഉള്ളായിരുന്നു. അവർ പറയാം, ഇപ്പം ഈ ഉണ്ടാകുന്ന കപ്പ ഇത്രയും വലുതാണ്. 2, അവർ നദിയിലെ വെള്ളം കാണിച്ചിട്ട് പറയാം, ഈ നദിയിൽ ഒരിക്കലും മീൻ വരത്തില്ലായിരുന്നു, പുല്ല് കളിക്കത്തില്ലായിരുന്നു, കാരണം ടോക്സിക് വാട്ടറാണ്. ആ വെള്ളം മൃഗങ്ങൾ പോലും കുടിക്കത്തില്ലായിരുന്നു. അത് പറഞ്ഞു അവർ കാണിച്ചു തരുക. ഫിഷ് വരുന്നു, നദിക്കകത്ത് ഫിഷ് വരുന്നു. ഈ നദി ഫിഷ് വരത്തില്ല, പുല്ല് കളിക്കുന്നു. ദൈവത്തിൻ്റെ വചനം പറയുക, സൗഖ്യം നടന്നാൽ മണ്ണ് സൗഖ്യമാകുമെന്ന്. യേശുവിൻ്റെ നാമത്തിൽ ചില വ്യക്തികളുടെ മീതെ ദൈവത്തിൻ്റെ സൗഖ്യം നടക്കട്ടെ. ചില കുടുംബങ്ങളുടെ മീതെ സൗഖ്യങ്ങൾ നടക്കട്ടെ. ഗ്ലോറി ടു ജീസസ്. ഇത് 2004 സംഭവിച്ചതാണ്. 2004 22 വർഷം പുറകിൽ. ഞാൻ ആ വീഡിയോ നിങ്ങൾക്ക് അയച്ചു തരാം കേട്ടോ. റൂട്ട് മാറ്റാമെങ്കിൽ ഈ ചാപ്റ്റർ നമുക്ക് പഠിച്ചിട്ട് നിർത്താം. അടുത്ത വേർഡ് നിങ്ങൾ വായിച്ചു. അടുത്ത വേർഡ് സദൃശ്യവാക്യങ്ങൾ 26-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം. 26-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം വായിച്ചാട്ടെ. കുരുകിൽ പാറിപ്പോകുന്നത് പോലെയും മീവൽ പക്ഷി പറന്നു പോകുന്നത് പോലെയും കാരണം കൂടാതെ ശാപം വരികയില്ല. അങ്ങനെയല്ലേ എഴുതിയേക്കുന്നത്? ഒന്ന് വായിച്ചോ ആൻറ്റി. കാരണം കൂടാതെ ശാപം വരത്തില്ല. അപ്പോൾ കാരണം ഉണ്ടെങ്കിലോ നമ്മളെ രാവിലെ തൊട്ട് വൈകിട്ട് വരെ ആരെങ്കിലും ചുമ്മാതിരുന്ന് ശപിച്ചുകൊണ്ടിരുന്ന ഇതൊന്നും നിങ്ങളുടെ മേൽ പറ്റത്തില്ല. ശപിക്കുന്ന പിശാചുക്കളുണ്ട്, നിങ്ങൾക്കറിയാമല്ലോ. അത് കള്ളു കുടിക്കുന്ന പിശാചുക്കളുണ്ട്, എന്ന് വെച്ചാൽ മനുഷ്യൻ്റെ അകത്ത് കയറി കള്ളു കുടിപ്പിക്കുന്നത്. ചീത്ത വിളിപ്പിക്കുന്ന പിശാചുക്കളുണ്ട്. അയ്യോ, അതൊക്കെ ഉണ്ട്, ഞാൻ വേറെ ഒന്നും പറയുന്നില്ല. ചിലരുടെ ഉത്സവത്തിന് പൂരത്തെറിയാണ് വിളിക്കുന്നത്. അത് അങ്ങനെ ദൈവങ്ങൾ പ്രസാദിക്കത്തുള്ളൂ. ചിലരുടെ ഉത്സവത്തിന് മദ്യപിച്ച് കൂത്താടണം, എങ്കിലേ അവരുടെ അവരുടെ ഡിവോട്ടീസിൻ്റെ മേലെ ഈ പിശാചിനൊന്ന് കയറാൻ പറ്റത്തുള്ളൂ. ഇതൊക്കെ കണ്ടിട്ട് പ്രസാദിക്കുന്നത്. ചിലത് മിളയച്ചതയാണ്. മട്ടി ചിലത് എന്തുവാണെന്നറിയാമോ? ഈ ശപിക്കുക, രാവിലെ തൊട്ട് വൈകിട്ട് വരെ മറ്റുള്ളവർ ഇതങ്ങ് ശപിക്കുക. അങ്ങനെ ഒന്ന് ശപിച്ചാൽ ഒന്നും ഫലിക്കത്തില്ല കേട്ടോ. നിങ്ങൾ അതിനെക്കുറിച്ചൊന്നും, നിങ്ങളെ രാവിലെ തൊട്ട് ആരെങ്കിലും വൈകിട്ട് വരെ ആരെങ്കിലും ശപിച്ചാൽ വരും, നിങ്ങളൊന്നും വിടണ്ട. അവനെ നിങ്ങൾ ബ്ലെസ് ചെയ്തിട്ടു ഒന്നും പറ്റത്തില്ല. പക്ഷെ കാരണം വിട്ടു കൊടുക്കല്ല, അയാളെ ഉപദ്രവിക്കല്ല, അയാളോടൊരു കാര്യം ചെയ്യല്ല, ഉപദ്രവിക്കരുത്. കാരണം കൂടാതെ ശാപം വരികയില്ല. പക്ഷിക്ക് തലമേളിൽ കൂടെ പറന്നു പോകാം, നിന്റെ തലമേൽ വന്ന് കൂടുണ്ടാക്കാൻ പറ്റുമോ? പക്ഷിക്ക് തലമേളിൽ കൂടെ പറന്നു പോവാം, പക്ഷെ തലമേൽ വന്ന് കൂട് വെക്കുമോ? നമ്മൾ അതിനുള്ള കാരണം വിട്ടു കൊടുക്കല്ലേ. ചിലരാണെങ്കിൽ കാരണങ്ങളൊന്നും ഇല്ലെങ്കിലും ഏണി വെച്ച് അതിനെ പിടിച്ച് തലയിൽ കൊണ്ടുവരും. ഡോണ്ട് ഡു ദാറ്റ്. കാരണം കൂടാതെ ശാപം വരികയില്ല. നിങ്ങൾ നിങ്ങളുടെ മനസാക്ഷിയിൽ ഉറയ്ക്ക്. കർത്താവ് കാരണം ഉണ്ടെങ്കിൽ അതിനെ മാറ്റിക്കളയോ വേണം. കർത്താവ് 3:33 വായിച്ച്, ദുഷ്ടൻ്റെ വീട്ടിൽ ശാപമുണ്ട്, നീതിമാന്മാരുടെ വാസസ്ഥലത്തെയോ ദൈവം. അങ്ങനെയല്ലേ ആൻറ്റി? വായിച്ചാട്ടെ ആൻറ്റി. യഹോവയുടെ ശാപം ദുഷ്ടൻ്റെ വീട്ടിലുണ്ട്, നീതിമാന്മാരുടെ വാസസ്ഥലത്തെയോ. യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ ദൈവമക്കളുടെ വീടുകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. അല്ലേ? ദുഷ്ടൻ്റെ വീട്ടിൽ യഹോവയുടെ ശാപമുണ്ടെന്ന്.
അല്ല, ആ വേർഡൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടിയാണ്. മറ്റുള്ളവനെ ചതിച്ചു, മറ്റുള്ളവരെ വഞ്ചിച്ചു, മറ്റുള്ളവരുടെ നിന്ന് പണം മോട്ടിച്ചു, എന്നിട്ട് അതിൻ്റെ ഒരു അംശം കൊണ്ടുവന്ന് ആലയത്തിൽ കൊണ്ടുവന്ന് ദശാംശം കൊടുത്തു, നീ അനുഗ്രഹിക്കപ്പെടത്തില്ല. ബ്രൈബ് ചെയ്ത പൈസ, അകാരണമായി മറ്റുള്ളവൻ്റെ കയ്യിൽ നിന്ന് മോട്ടിച്ചെടുത്ത പൈസ, അത് ഏത് രീതിയിലാകട്ടെ, എന്നിട്ട് നീ ആലയത്തിൽ കൊണ്ടുവന്ന് ടൈറ്റ് കൊണ്ട് കൊടുത്തു. എന്നാ നമ്മൾ അതിനൊക്കെ പല വേർഡുകൾ കണ്ടുപിടിച്ചു. നമ്മുടെ ബൈബിളൊന്നും ഈ വേർഡൊന്നുമില്ല. എന്തോ തിന്ന പാപം തീരും, എന്തോ കൊന്ന പാപം. കേൾക്കാൻ നല്ല സുഖമാണ് അല്ലേ? പാവപ്പെട്ടവനെ ഉപദ്രവിച്ച പൈസ, ദശാംശം പാസ്റ്റർ കൊടുത്താൽ നീ നന്നാകത്തില്ല, പാസ്റ്റർക്ക് ബുദ്ധിയുള്ളവരാണെന്ന് മേടിക്കത്തുമില്ല നിൻ്റെ പൈസ അല്ലേ? ദുഷ്ടൻ്റെ വീട്ടിൽ ശാപമുണ്ട്. യഹോവയുടെ ശാപം നമ്മുടെ കരങ്ങളിൽ അനാവശ്യമായ ഒരാളുടെ പണം വരരുത്. നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ഉപദ്രവിച്ചവരുണ്ട്, നമുക്കതുകൊണ്ട് ഭയങ്കര പെയിനുമുണ്ട്, ഉപദ്രവിച്ചവരും കാണാം. പക്ഷേ അവരെ ശപിക്കല്ലേ, അവരെ അനുഗ്രഹിക്കും. നമ്മുടെ വേദന ഭയങ്കരമായിരിക്കാം, പക്ഷേ അവരെ നമ്മൾ ശപിക്കല്ലേ. നമ്മൾ ശപിക്കാൻ വിളിച്ചവരല്ല. കർത്താവേ, അവർ അനുഗ്രഹിക്കപ്പെടട്ടെ, അവർക്ക് തിരിച്ചറിവ് കൊടുക്കണേ കേട്ടോ. നമ്മുടെ പിതാക്കന്മാരെ കളിപ്പിച്ചവർ കാണും. ഡോണ്ട് വറി, ദൈവം നമുക്ക് നന്മയ്ക്കായി തീരും. ദോഷത്തിന് പകരം ദോഷം ചെയ്യാതെ, ശകാരത്തിന് പകരം ശകാരം ചെയ്യാതെ, സകലതും ന്യായമായി വിധിക്കുന്ന ദൈവത്തിൻ്റെ കരങ്ങളിൽ കൊടുക്കും. താച്ചോ, നിങ്ങൾ മുന്നോട്ട് തന്നെ പോവുക. നിങ്ങളുടെ ലൈഫ് എത്രയൊക്കെ നഷ്ടമായോ അതിൻ്റെ 1000 മടങ്ങായിട്ട് കർത്താവ് നിങ്ങളുടെ മേൽ റിസ്റ്റോർ ചെയ്യട്ടെ കേട്ടോ. കർത്താവിൻ്റെ ദാസൻ എന്നുള്ള നിലയിൽ എൻ്റെ ദൈവമക്കളെ ഞാൻ അനുഗ്രഹിക്കാം. നിങ്ങൾക്ക് എന്തൊക്കെ നഷ്ടമായോ അതിൻ്റെ 1000 മടങ്ങായി എന്നെ കേൾക്കുന്ന ദൈവമക്കളെ ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ വായ്പ വാങ്ങുന്നവനല്ല, വായ്പ കൊടുക്കുന്നവനാണ് കേട്ടോ. നമ്മൾ ഈ പിശാചിനറിയാം നമ്മൾ എവിടെ മുറിച്ചാൽ വേദനിപ്പിച്ചാൽ നമ്മുടെ ആത്മീയത്തെ കെടുത്തിക്കളയാം. ചെയ്യൽ ആത്മീയം കെടുത്തിക്കൾ. പിശാച് എന്തൊക്കെ കൊണ്ടുവന്നാലും അവൻ്റെ തന്ത്രങ്ങളിൽ വീഴല് കേട്ടോ. അവൻ്റെ തന്ത്രങ്ങളിൽ നിങ്ങൾ ചിലപ്പോൾ അതായിരിക്കാം നിങ്ങളെ വേദനിപ്പിക്കാൻ നോക്കുന്നത്. കാരണം പിശാച് തന്ത്രശാലിയാണ്. നിങ്ങൾ പറയണേ, എൻ്റെ കർത്താവ് എന്നെ അനുഗ്രഹിക്കാൻ വിശ്വസ്തനാണ്, നഷ്ടങ്ങളെ ലാഭമാക്കി തരും, യേശു മതിയായവൻ, കാരണം കൂടാത്ത ശാപം വരുത്തില്ല. കാരണം ലീഗൽ റൂട്ടുകൾ ഏതൊക്കെ? ലീഗൽ റൂട്ട് ഇതോടെ പറഞ്ഞത് നമുക്ക് നിർത്താം. ലീഗൽ റൂട്ടുകൾ ഒന്ന് സ്പിരിച്വലാണ്. ഏതെങ്കിലും ദൈവവൃത്യന്മാരുടെ കണ്ണുനീര് നമ്മുടെ മീതെ അനാവശ്യമായി വീണിട്ടുണ്ടെങ്കിൽ ആ ദൈവദാസന്മാരോട് ക്ഷമ പറഞ്ഞേ പറ്റും. ഏതെങ്കിലും ദൈവദാസന്മാർ, ഏതെങ്കിലും ചർച്ചിനെ, കാരണം ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയെ നീ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ, കാരണം ശരീരത്തെ, യേശുവിൻ്റെ ശരീരമാകുന്ന സഭയെ ഉപദ്രവിക്കല്. നിനക്ക് പൊളിറ്റിക്സ് കളിക്കാനുള്ള സ്ഥലമല്ല സഭ. എത്രയോ വ്യക്തികളാണെന്നറിയാം സഭയ്ക്കകത്ത് കമ്മിറ്റിക്കളി, സഭയിലെ പൈസ, ഓഫറിങ് കിട്ടുന്ന പൈസ മോട്ടിച്ചുകൊണ്ട് പോവുക, പൈസ എടുത്ത് മിസ്യൂസ് ചെയ്യുക, ആൾക്കാരെ മിസ്യൂസ് ചെയ്യുക, വെളിയിലെങ്ങാണ്ട് ഏതാണ്ട് ചെറിയ പൊസിഷനുണ്ട് അതുകൊണ്ട് സഭയ്ക്കകത്ത് കൊണ്ടുവന്ന് കാണിക്കുക, വരുന്ന ദൈവദാസന്മാരെ ഉപദ്രവിക്കുക. പിന്നെ ദൈവദാസന്മാർ അങ്ങോട്ട് ഉപദ്രവിക്കാൻ പോകല്ല, ദൈവദാസന്മാർ വിശ്വാസികളെ ഉപദ്രവിക്കാൻ പോവുക. കാരണം സഭയ്ക്കകത്ത് കാണിക്കുന്ന സകല സ്പിരിച്വൽ കാര്യങ്ങൾക്കും ശിക്ഷയുണ്ട്. സഭ ദൈവത്തിൻ്റേതാണ്. ഒരു ദൈവദാസന് വിശ്വാസികളുടെ മീതെ ദൈവം തന്ന അധികാരമേ ഉള്ളൂ. അനാവശ്യമായിട്ട് അത് യൂട്ടിലൈസ് ചെയ്താൽ, അത് മിസ്യൂസ് ചെയ്താൽ ഈ ഇടയൻ ആൻസറബിളാണ്. ഇതുപോലെ തന്നെ വിശ്വാസികൾ സഭയുടെയും സഭയിലെ പാസ്റ്ററുടെയും നേരെ പൊളിറ്റിക്സ് കളിക്കാനോ പോയാൽ ആൻസറബിളാണ്. ഒരിക്കലും ഒരു ദൈവദാസൻ്റെ നേരെ നിങ്ങൾക്കൊരു കാര്യം ഇഷ്ടമല്ലയോ, സമാധാനത്തിലും സ്നേഹത്തിലും നിങ്ങൾ ദൂരെ പൊക്കും. ആ സഭയെ ഉപദ്രവിക്കാൻ പോലെ ആ ദൈവദാസനെ ഉപദ്രവിക്കല്, അദ്ദേഹത്തിൻ്റെ കണ്ണുനീര് വീടല്. നിങ്ങൾക്ക് എത്ര വലിയ ശുശ്രൂഷ ഉണ്ടെങ്കിലും
ഞാൻ പറഞ്ഞ ക്ലിയറായോ? സ്പിരിച്വലി ചില റൂട്ട് ചിലരുടെ മേൽ വന്ന് കിടക്കാം. ചില ദൈവദാസന്മാരുടെ കണ്ണുനീര് അത് വരല്. 2, ഫിസിക്കലി പാവപ്പെട്ടവരെ, നമ്മുടെ അയൽവക്കക്കാരെ, പാവപ്പെട്ടവരെ ഉപദ്രവിച്ചോ നിമിത്തം അങ്ങനെയുള്ള റൂട്ടുകൾ കിടപ്പുണ്ടെങ്കിൽ നമ്മളതിനെ മാറ്റണം. ഫിസിക്കലി ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ചുറ്റുവട്ടങ്ങളിലാണ് കേട്ടോ, നമ്മുടെ ശാരീരികമെന്നുള്ളതല്ല, നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ, നമ്മുടെ സറൗണ്ടിങ്ങിൽ, നമ്മുടെ നെയ്ബേഴ്സുമായിട്ട് ബന്ധപ്പെട്ട്, നമ്മുടെ അയൽവക്കക്കാരും കൂട്ടുകാരുമായിട്ട് ബന്ധപ്പെട്ട്, 1 ആത്മീയമായിട്ടും, 2 ഭൗതികമായിട്ടും, 3 ഇമോഷണലായിട്ടും. ആരോടെങ്കിലും വാക്ക് പറഞ്ഞിട്ട് ചതിച്ചിട്ടുണ്ടെങ്കിൽ പല രീതികളിലാണ്. നിങ്ങളതൊക്കെ ഓർത്തോ, ഞാനൊന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. കർത്താവേ, പിതാക്കന്മാർ വഴി വന്ന റൂട്ട്, മാതാക്കൾ വഴി വന്ന റൂട്ട്, പൈസ കൊടുക്കാമെന്ന് പറഞ്ഞു, എന്നിട്ട് മേടിച്ചു. പിന്നെ അവർ ചോദിക്കാൻ വന്നപ്പോൾ അവരെ പേടിപ്പിച്ചു. സ്ത്രീകളെ പീഡിപ്പിച്ചു, ബലഹീനരെ ഉപദ്രവിച്ചു, അവരെ വഞ്ചിച്ചു കളഞ്ഞു. നമ്മളുടെ പിതാക്കന്മാർ, നമ്മുടെ ലൈഫിൽ ഇതൊന്നും കാണത്തില്ല. നമ്മളൊക്കെ ദൈവത്തെ അറിഞ്ഞും അല്ലെങ്കിൽ ഒരു അല്പ വെളിച്ചത്തിൽ ജീവിക്കാൻ പറ്റി. പക്ഷെ നമ്മുടെ പിതാക്കന്മാരുടെ, പൂർവ്വപിതാക്കന്മാരുടെ കാര്യം, റൂട്ടുകൾ വന്നത് ഇതുവഴിയാണെന്ന് അറിയത്തില്ല. കർത്താവേ, ഞങ്ങളോട് ക്ഷമിക്കണേ. ലാസ്റ്റ് വേർഡ്, നമുക്ക് വിടുതലുണ്ടോ? ഉണ്ട്. യേശുവിൻ്റെ രക്തത്തിൽ വിടുതലുണ്ട്. പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ രക്തത്തിൽ നമുക്ക് വിടുതലുണ്ട്. രക്തത്തിൽ കൂടെ ട്രാൻസ്ഫറായി വന്നതിനെ നിങ്ങൾക്കിനി നിങ്ങളുടെ രക്തം കൊടുത്ത് അതിനെ മാറ്റാൻ പറ്റത്തില്ല. മൃഗത്തിൻ്റെ രക്തം കൊടുത്ത് മാറ്റാൻ പറ്റത്തില്ല. മനുഷ്യൻ്റെ രക്തം കൊടുത്ത് മാറ്റാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് കൂടുതൽ അത് കേസ് വരത്തേയുള്ളൂ. പക്ഷെ നിങ്ങൾക്ക് ഒരു പരിശുദ്ധ രക്തം കൊടുക്കാം. ആ പരിശുദ്ധ രക്തത്തിൻ്റെ അടുക്ക ചെന്ന് കണ്ണുനീരോടെ, അപ്പം ഞങ്ങൾക്ക് അറിയത്തില്ല എന്തും കൊണ്ടാണ് ഇത്രയും പ്രാർത്ഥിച്ചിട്ടും ഉപവസിച്ചിട്ട് ഞങ്ങളുടെ ലൈഫിൽ വിടുതലില്ലാത്ത, പ്രാർത്ഥനയും ഉപവാസവും എല്ലാം നടത്തിയിട്ടും എന്തുകൊണ്ട് ഉയർച്ചയില്ല കർത്താവേ? ഇന്ന് പകൽ വചനം നിങ്ങളുടെ മുമ്പിൽ തുറന്നു വെക്കുക. റൂട്ട് മാറ്റ്. ബൈബിൾ പറയുന്നു, നിൻ്റെ വിദ്യാഭ്യാസമല്ല, വിദ്യാഭ്യാസം നല്ല എഴുതിയേക്കുന്നത്, നിൻ്റെ കഴിവല്ല നിന്നെ ഉയർത്തുന്നത്, നിൻ്റെ ആരോഗ്യമല്ല നിന്നെ ഉയർത്തുന്നത്, നിൻ്റെ പിതാക്കന്മാർ എന്തെങ്കിലും ചെയ്തതുകൊണ്ടല്ല, കർത്താവ് നിന്നെ സ്നേഹിച്ചതുകൊണ്ട്. കർത്താവേ, എൻ്റെ പ്രിയ ദൈവമക്കളെല്ലാവരും പ്രാർത്ഥിച്ച്, യേശുവേ, ആ കാൽവരി ക്രൂശ് ശാപങ്ങളെ വഹിച്ചതാണ് കേട്ടോ. കാൽവരി ക്രൂശ് ശാപങ്ങളെ വഹിച്ചതാണ്. അതുകൊണ്ട് നമുക്ക് ജയമുണ്ട്. കാൽവരി ക്രൂശ് ശാപങ്ങളെ മാത്രമല്ല, രോഗങ്ങളെ വഹിച്ചതാണ്. അതുകൊണ്ട് നമുക്ക് സൗഖ്യമുണ്ട്. കാൽവരി ക്രൂശ് പാപത്തെ വഹിച്ചു. അതുകൊണ്ട് നമുക്ക് ജയമുണ്ട്. മരണത്തെ നീക്കി നമുക്ക് അതുകൊണ്ട് മരണത്തിന് മേൽ ജയമുണ്ട്. ഒറ്റ സ്ഥലത്തേ ഉള്ളൂ വിടുതൽ. എവിടെയാണ് വിടുതൽ? യേശുവിൻ്റെ കാൽവരി ക്രൂശ്. അത് പരിശുദ്ധ രക്തമാണ്, അത് വിശുദ്ധ രക്തമാണ്. നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചേ, കർത്താവിനോടൊന്ന് പ്രാർത്ഥിച്ചേ, ദൈവമേ, ആ രക്തത്തിൻ്റെ, പരിശുദ്ധ രക്തത്തിൻ്റെ ശക്തി എൻ്റെ മേലൊന്ന് ഇറങ്ങി വരട്ടെ. യേശുവപ്പാ, ദൈവസഭ എൽബെതേൽ AG ചർച്ചിനെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചടിനെ അനുഗ്രഹിക്കുന്നു. കർത്താവ്, വചനം പഠിക്കുന്ന ഈ ദൈവമക്കൾ ഓരോരുത്തരുടെ ലൈഫിൽ വരുന്ന ദിവസങ്ങളിൽ ആഴത്തിൽ അവർ വളരുന്നവരായി തീരട്ടെ, ഫലം കൊടുക്കുന്നവരായി തീരട്ടെ. സഭ അനുഗ്രഹിക്കപ്പെടട്ടെ. എൽബെതേൽ ഫാമിലി അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവേ, ഈ മക്കളുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവരുടെ ലൈഫിൽ മറഞ്ഞിരിക്കുന്ന രോഗങ്ങൾ,
ഇവരുടെ ലൈഫിൽ മറഞ്ഞിരിക്കുന്ന കർത്താവെ സൈക്കോളജിക്കൽ പ്രശ്നം, ഇവരുടെ ലൈഫിൽ മറഞ്ഞിരിക്കുന്ന സ്പിരിച്വൽ പ്രശ്നം, ഇവരുടെ ലൈഫിൽ മറഞ്ഞിരിക്കുന്ന തകർച്ചയുടെ പ്രശ്നങ്ങൾ, ഇവരുടെ ലൈഫിൽ മറഞ്ഞിരിക്കുന്ന മരണങ്ങൾ, തകർച്ചകൾ, എല്ലാ തരത്തിലുള്ള സ്വഭാവങ്ങൾ, കർത്താവെ ഉയർച്ചയ്ക്ക് തടസ്സമായി നിൽക്കുന്ന സാത്താന്യ ശക്തികൾ, ഇന്ന് പകൽ അവയെ മുഴുവനും ഞങ്ങൾ വേരോടെ പിഴുക. വെട്ടല്ല, അതിനെ വേരോടെ പിഴണം. യേശുവിൻ നാമത്തിൽ അവയെ വേരോടെ ഞങ്ങൾ പിഴുക. ഞങ്ങളുടെ അനുഗ്രഹത്തിന്, ഉയർച്ചയ്ക്ക്, നന്മയ്ക്ക് തടസ്സമായി നിൽക്കുന്നതിനെ വേരോടെ പിഴുക. നിങ്ങളുടെ മുമ്പിൽ വെളിപ്പെട്ട് വരുന്നതിനെ ഈ ദിവസങ്ങളിൽ, ഈ ആഴ്ചയിൽ ദൈവം ചിലതിനെ വെളിപ്പെടുത്തി തരട്ടെ. സ്വപ്നങ്ങളിൽ കൂടെ, നിങ്ങളുടെ ചിന്തകളിൽ കൂടെ, നിങ്ങളുടെ മനസ്സിന്റെ മനോനികരങ്ങളിൽ ചിലത് വെളിപ്പെടുത്തി തരട്ടെ. അതിനെ വേരോടെ പിഴുതുകളയാൻ യേശുവിന്റെ നാമത്തിൽ ചെയ്യുന്നത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം. വേരോടെ പിഴുതുകളയാൻ. ഉടവാലഗത ശബ്ദല വൈഡവരാധല ഗൗഡ പ്രബദം ഗാനം അർക്കല കർക്ക കരകത്താല. അഭിഷേകത്തിന്റെ ശക്തിയെ, അഭിഷേകത്തിന്റെ നിറവിനെ ഈ ദൈവമക്കളിലേക്ക്, അവരുടെ കുടുംബങ്ങളിലേക്ക്, അവരുടെ തലമുറകളിലേക്ക് റിലീസ് ചെയ്യുന്നു. അവരുടെ ആത്മമണ്ഡലങ്ങളിലേക്ക് റിലീസ് ചെയ്യുന്നു. യേശുവിൻ നാമത്തിൽ മരുന്നിന് കഴിയാത്തത്, ഡോക്ടറിന് കഴിയാത്തത്, ബാങ്കിന് കഴിയാത്തത്, പൊളിറ്റീഷ്യൻസിന് കഴിയാത്തത്, ആരാലും കഴിയാത്തത് യേശുവിനാൽ കഴിയുമല്ലോ. അങ്ങയുടെ വചനത്തിന്റെ ശക്തിയെ ഇവരിലേക്ക് റിലീസ് ചെയ്ത് നിർത്താതെ സ്വീകരിക്കുക, സ്വീകരിക്കുക, സ്വീകരിക്കുക. അസ്ഥി സംബന്ധമായ രോഗങ്ങൾ സൗഖ്യമാകട്ടെ. മാനസികമായ രോഗങ്ങൾ സൗഖ്യമാകട്ടെ. രക്തസംബന്ധമായ രോഗങ്ങൾ സൗഖ്യമാകട്ടെ. സൈക്കോളജിക്കലായിട്ടുള്ള രോഗങ്ങൾ സൗഖ്യമാകട്ടെ. സാമ്പത്തികമായിട്ടുള്ള കെട്ടുകൾ പൊട്ടട്ടെ. ഉടബല സബ്തൽ പ്രബോരിയാദന. അങ്ങനെ ജനം അനുഗ്രഹിക്കപ്പെടട്ടെ. അവരുടെ തലമുറകൾ വിടുതലാകട്ടെ, സൗഖ്യമാകട്ടെ. തലമുറകളിൽ വേരോടാൻ വരുന്ന എല്ലാ സാത്താന്യ ശക്തികളെയും യേശുവിൻ നാമത്തിൽ തകർത്ത് കളയുക. അധികാരമുള്ള യേശുവിൻ നാമത്തിൽ തകർത്ത് കളയുന്നു. അവിടെ ജനത്തെ അടിയിൽ അനുഗ്രഹിക്കുന്നപ്പ, അനുഗ്രഹിക്കുന്നപ്പ കൃപയിൽ പൊതിയണമേ. ആ കരകൾ ഉയർത്തി കർത്താവിനോട് പറഞ്ഞ് ഇന്ന് പകർന്ന എല്ലാ വചനത്തെയും ഞങ്ങൾ സ്വീകരിക്കുന്ന കർത്താവ്. ജസ്റ്റ് ലിഫ്റ്റ് അപ്പ് യുവർ ഹാൻഡ്സ് ആൻഡ് റിസീവ് ദ വേർഡ് ഫ്രം ഗാഡ്. കർത്താവ് ഇന്ന് പകൽ നമ്മുടെ മേൽ പെയ്തിറക്കിയ വചനത്തെ മുഴുവനും കർത്താവെ ഞാൻ റിസീവ് ചെയ്യുന്നു എന്ന് നിങ്ങളുടെ വാ കൊണ്ട് പറഞ്ഞാട്ടെ. നിങ്ങളുടെ ചെവികൾ തന്നെ കേൾക്കാൻ പറഞ്ഞാട്ടെ. ഞാനതിനെ റിസീവ് ചെയ്യുന്നു, ഞാനതിനെ റിസീവ് ചെയ്യുന്നു. എൻ്റെ ലൈഫിലേക്ക് ഇത് ആഴമായിട്ട് ഇറങ്ങി വന്ന് എന്നിൽ ക്രിയ ചെയ്യണമേ, എന്നെ വിടുവിക്കണമേ. അങ്ങയുടെ വചനം അനുസരിപ്പാൻ കൃപ നൽകണമേ. സ്വർഗപിതാവേ, അങ്ങയുടെ പുത്രനായ യേശുവിൻ്റെ രക്തത്തിൽ ദൈവസഭയെ അടിയൻ അനുഗ്രഹിക്കുന്നു. കർത്താവേ, ആലയത്തിൽ വന്ന് കർത്താവ് ഈ ദൈവ സാന്നിധ്യത്തിനകത്ത് വന്നിരുന്ന് ആരാധന അറ്റൻഡ് ചെയ്ത് എല്ലാ ദൈവമക്കളെയും അനുഗ്രഹിക്കുന്നു. ഇവരുടെ ലൈഫ് അനുഗ്രഹമാകട്ടെ. കർത്താവിൽ ഇവർ പടിപടിയായി വളരട്ടെ. ഇവർ വേരൂന്നി ഫലം കായ്ക്കട്ടെ. ഇവർ പടർന്ന് പന്തലിക്കട്ടെ. ദേശം ഇവർക്കുള്ളതാകട്ടെ. ദേശത്ത് ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവരുടെ തലമുറകൾ ദേശത്ത് വർദ്ധിക്കട്ടെ, പടരട്ടെ. അവർ ദേശം അവർ കൈവശമാകട്ടെ. ഞങ്ങളുടെ തിരുനാമത്തിലടി അനുഗ്രഹിക്കുന്നപ്പ കൃപയിൽ പൊതിയണമേ. സമാധാനത്തോടെ ഞങ്ങളെ അയച്ചാട്ടെ. മഹത്വമെല്ലാം കർത്താവ് എടുക്കണമേ. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ നല്ല പിതാവേ, ആമേൻ, ആമേൻ. കർത്താവിൻ്റെ കൃപ കൂടെ ഇരിക്കട്ടെ.